Good morning, all. Good morning, sir. Fine. നമ്മളിന്ന് ക്ലാസ് വെച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ പ്രാക്ടിക്കൽസ് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഇതിന് കാരണം. അപ്പൊ ഫിസിക്കൽ പ്രാക്ടിക്കൽസ് നമ്മൾ ആകെ ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളൂ. ഒരു ജനുവരിയോ ഫെബ്രുവരിയോ നമ്മൾ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കാര്യമില്ല. ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഈ പ്രാക്ടിക്കൽസിന്റെ ഒക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത 3 ദിവസം, നാളെ ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, ഈ 3 ദിവസം കൊണ്ട് നമ്മൾക്ക് പ്രാക്ടിക്കൽസ് തീർക്കണം. അപ്പൊ അതിനുള്ള ശരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽസ് എക്സാം നമുക്ക് 10-ാം തീയതി പോലെ തുടങ്ങുകയാണെന്ന് പറഞ്ഞു പ്രാക്ടിക്കൽസ്. അപ്പൊ ഇതിൽ നമ്മുടെ ഫിസിക്കൽ പ്രാക്ടിക്കൽസിന്റെ കേസിൽ 80 മാർക്കാണ് പ്രാക്ടിക്കൽസിനുള്ളത്. ഫിസിക്കൽ പ്രാക്ടിക്കലിന് 80 മാർക്ക്. ഈ 80 മാർക്കില് നിങ്ങൾക്ക് 50 മാർക്ക് ഫിസിക്കൽ കെമിസ്ട്രി എക്സ്പെരിമെന്റ്സിനും 22 മാർക്ക് ആക്ച്വലി ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്, ഫയർഫ്ലൈ എന്ന് പറയുന്നത്. നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ച കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ, തിയററ്റിക്കൽ കെമിസ്ട്രിയിൽ പഠിച്ച കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഒരു ഇതാണ്. ടൈപ്പ് മൊമെന്റും അങ്ങനത്തെ ചെറിയ കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫയർഫ്ലൈ എന്ന് പറയുന്നത്. അതിന്റെ പ്രോഗ്രാമിംഗ് ഒരു ക്വസ്റ്റ്യൻ തരും, അതിന്റെ പ്രോഗ്രാം നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് ടൈപ്പ് മൊമെന്റ് കാണാനായിരിക്കും, ചിലപ്പോൾ ഫ്രീക്വൻസി IR ഫ്രീക്വൻസി കാണാനായിരിക്കും. അങ്ങനത്തെ ഒരു ഇതാണ് 22 മാർക്കിന്റെ. പക്ഷെ ആക്ച്വലി അത് ചെയ്യാൻ ഈ 3 ദിവസം കൊണ്ട് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്ന ഇതാണ്. പിന്നെ 8 മാർക്ക് വൈവയാണ്. 8 മാർക്ക് വൈവയാണ്, പ്രാക്ടിക്കൽ ബേസ്ഡ് വൈവ ഉണ്ടോ, അതിനാണ് 8 മാർക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇത്. അപ്പൊ 50 മാർക്ക് ഫിസിക്കൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പ്രൊസീജിയർ ഒക്കെ ചെയ്യാമെന്ന്. 22 മാർക്ക് ഈ കമ്പ്യൂട്ടേഷൻ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിനും 8 മാർക്ക് വൈവ എന്ന് പറയുന്നു. അതിന്റെ ഒപ്പം തന്നെ ഈ 50 മാർക്കില് കുറച്ച് മാർക്ക്, എത്ര മാർക്കാന്ന് 8 മാർക്കാക്കാൻ തോന്നുന്നു, പ്രൊസീജിയർ എഴുതാൻ, പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ എഴുതാൻ ചോദിക്കും. നിങ്ങൾക്ക് കിട്ടിയ എക്സ്പെരിമെന്റിന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും അതൊരു 10 മിനിറ്റിനുള്ളിൽ എഴുതി തരണം. അപ്പോൾ അതിന്റെ ഒരു മാർക്ക് 8 മാർക്ക്. അങ്ങനെയാണ് സാധാരണ ഇതിന്റെ ഡിവിഷൻ വരുന്നത്. ഇതില് നമുക്ക് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസിന്റെ ഒക്കെ ഒരു കുറച്ച് ഡീറ്റെയിൽ, കാരണം നാളെ മുതൽ ഇത് ഓരോരുത്തർക്കും പറഞ്ഞു തരാൻ സമയം ഉണ്ടാവില്ല. നിങ്ങൾ സ്ട്രൈറ്റ് അവേ ലാബിൽ കയറി കഴിഞ്ഞാൽ ചെയ്തു തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ അതിന്റെ ഓരോ എക്സ്പീരിയൻസ് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് ഇന്ന് പറഞ്ഞുതരാം. നാളെ മുതൽ നിങ്ങൾ സ്ട്രൈറ്റ് അവേ ലാബിൽ ഒരു 9:30 ആകുമ്പോൾ ലാബിൽ കയറി ചെയ്തു തുടങ്ങിക്കോളും. അപ്പൊ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അപ്പൊ നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി പ്രാക്ടിക്കൽ അതിന്റെ കോഡ് PG2CHE, പ്യൂറിനാണ് P03, അനലിറ്റിക്കൽ അങ്ങനെ എന്താ കോഡ് വ്യത്യാസമുണ്ട് ബ്രാഞ്ചിന്റെ. ഇതാണ് ഓരോന്നിന്റെ കോഡ്. ശരി. അപ്പൊ നമ്മൾക്ക് ഇതില് ഈ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാല് മെയിൻ ആയിട്ട് 6 എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അതായത് 6 എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരെണ്ണം ഈ ഫിനോൾ വാട്ടർ സിസ്റ്റം CST എന്ന് പറയുന്നത്, ഇൻ പ്രസൻസ് ഓഫ് ആൻ ഇംപ്യൂരിറ്റി. ഫിനോൾ വാട്ടർ സിസ്റ്റത്തിന്റെ ഒരു ഇംപ്യൂരിറ്റിയുടെ പ്രസൻസിൽ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്ന CST എന്ന് പറയുന്നത്. ഫിനോൾ വാട്ടർ സിസ്റ്റം CST ഇൻ പ്രസൻസ് ഓഫ് എ ഇംപ്യൂരിറ്റി, KCl ആയിരിക്കും ഇവിടെ ഇംപ്യൂരിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത്. KCl അതിന്റെ ഒരു ഇത്, അതാണ് ഒരു എക്സ്പെരിമെന്റ്. ഞങ്ങൾ ചെയ്ത ഒരു ക്ലാസ് ചെയ്തതാണല്ലോ. അപ്പൊ എക്സ്പീരിയൻസ് ഏതൊക്കെയാണെന്ന് അറിയായിരിക്കും. രണ്ടാമത്തത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ, നാഫ്തലിൻ ബൈഫിനൈൽ സിസ്റ്റം ട്രാൻസിഷൻ ടെമ്പറേച്ചർ, എന്നിട്ട് ആ ഫേസ് ഡയഗ്രാം വരയ്ക്കുക. 2 കമ്പോണന്റ് സിസ്റ്റത്തിന്റെ ഫേസ് ഡയഗ്രാം അത് വരയ്ക്കാനുള്ളതാണ്. പിന്നെ ഉള്ളത് മൂന്നാമത്തെ ഒരു എക്സ്പെരിമെന്റ് സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കുക എന്നാണ്. അസിറ്റിക് ആസിഡ് ആയിരിക്കും. അസിറ്റിക് ആസിഡിന്റെ സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കുക. അതിന്റെ ഇതില് ബാക്കി ഗ്രാഫ് വരയ്ക്കുക. അതൊക്കെയാണ്. നാലാമത്തെ അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ 2 എക്സ്പീരിയൻസ് വരും. ലാങ്മ്യൂർ ടൈപ്പ് അഡ്സോർപ്ഷൻ വരും, ഫ്രണ്ട്ലിഷ് അഡ്സോർപ്ഷൻ. എക്സ്പെരിമെന്റ് ചെയ്യുന്ന എല്ലാം സെയിം തന്നെയാണ്, കാൽക്കുലേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ലാങ്മ്യൂർ, ഫ്രണ്ട്ലിഷ്. ഗ്രാഫ് വരയ്ക്കുന്നതിൽ ചിലപ്പോൾ നിങ്ങളുടെ ലാങ്മ്യൂർ ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്ലിഷ് ആയിരിക്കും ചെയ്തു നോക്കാൻ പറയുന്നത്. അപ്പോൾ ആ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ 2 എണ്ണം പഠിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 2ഉം ചെയ്യുന്നുണ്ട്. ലാങ്മ്യൂറിന്റെ കാൽക്കുലേഷൻ ചെയ്യും, ഫ്രണ്ട്ലിഷിന്റെ കാൽക്കുലേഷനും അതിന്റെ കറസ്പോണ്ടിങ് ഗ്രാഫ്സും വരയ്ക്കുന്നുണ്ട്.
അതുപോലെ സർഫസ് ടെൻഷൻ ആയാലും 2 മെത്തേഡ് വഴി ചെയ്യും, ഡ്രോപ്പ് നമ്പർ മെത്തേഡും ഡ്രോപ്പ് വെയിറ്റ് മെത്തേഡും. അതൊറ്റ ഇത് തന്നെ നിങ്ങൾക്ക് രണ്ടും ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പൊ ആ എക്സ്പീരിയൻസ് അത് ഒരെണ്ണം ചെയ്ത് 2 കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ. പിന്നെ ഉള്ളത് ഐ തിങ്ക് ഫേസ് 3 കമ്പോണന്റ് സിസ്റ്റം. 3 കമ്പോണന്റ് സിസ്റ്റം, അതായത് ടോളുവിൻ, അസിറ്റിക് ആസിഡ്, വാട്ടർ സിസ്റ്റം. അതാണ് മറ്റൊരു എക്സ്പീരിയൻസ്. എല്ലാത്തിനും അൺനോൺ ഉണ്ടാവും. CST ആണെങ്കിലും ട്രാൻസിഷൻ എല്ലാത്തിനും അൺനോൺ ഉണ്ടാവും. അൺനോൺ തരുന്നുണ്ടാവും. അത് കറസ്പോണ്ടിങ് അൺനോൺ എന്താണെന്ന് കണ്ടുപിടിക്കുക, കോൺസെൻട്രേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. 3 കമ്പോണന്റ് ആണെങ്കിലും അവിടെ അൺനോൺ ഉണ്ടാവും. 3 കമ്പോണന്റ് 2 എക്സ്പീരിയൻസ് ആയിട്ടാണ്. ഒന്നുകിൽ അൺനോൺ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടൈ ലൈൻ വരയ്ക്കാനായിരിക്കും ചോദിക്കുന്നത്. ഈ ടൈ ലൈൻ ഒക്കെ എന്താണെന്ന് നിങ്ങൾ 30s പഠിച്ചിട്ടുണ്ടാവും. 3 കമ്പോണന്റ് സിസ്റ്റത്തിന്റെ ഇതിൽ ഫേസ് റൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 3 കമ്പോണന്റ് സിസ്റ്റത്തിന്റെ ടൈ ലൈൻ ഒക്കെ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നുകിൽ ടൈ ലൈൻ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഫേസ് ഇതിന്റെ അൺനോൺ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം CST എന്ന് തുടങ്ങാം. CST എന്ന് പറയുന്നത്, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ആ വൈബ് ഉള്ള കാരണം ജസ്റ്റ് അതിന്റെ ഡീറ്റെയിൽ എന്താണ് CST, ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ എന്താണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്. ഡെഫിനിഷൻ ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ കേസിൽ CST എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു നമ്മൾ ചെയ്യുന്നത് ഫിനോൾ വാട്ടർ സിസ്റ്റം ആയിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിനോളും വാട്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നോർമൽ ടെമ്പറേച്ചറിൽ ഈ 2 കമ്പോണൻസും ഇമ്മിസിബിൾ ആണ്. പാർഷ്യലി മിസിബിൾ ലിക്വിഡ്സ് ആണ് ഫിനോളും വാട്ടറും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ചൂടാക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ 2 കൂടി മിസിബിൾ ആയിട്ട് മാറും. അതായത് ഈ ഫിനോളും വാട്ടറും മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ ഫേസ്, ആദ്യം എടുക്കുമ്പോൾ 2 ഫേസ് ആയിട്ട് കിടക്കും. അതായത് ഫിനോൾ താഴെയും വാട്ടർ മേലിലായിരിക്കും. ടോപ്പ് വിൽ ബി വാട്ടർ ലെയർ, ബോട്ടം ലെയർ വിൽ ബി ഫിനോൾ. ഫിനോളാണ് ഡെൻസിറ്റി കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഫിനോൾ ആയിരിക്കും താഴെ കിടക്കുന്നത്, വാട്ടർ മുകളിൽ ഭാഗത്തായിട്ട് കിടക്കും. ടോപ്പിൽ വാട്ടർ ആയിരിക്കും. നമ്മൾ ചൂടാക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി മിസിബിലിറ്റി കൂടി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ 2 കൂടി മിക്സ് ആവും. എപ്പോഴാണ് ഇത് 2 മിക്സ് ആവുന്നത്, അതാണ് ആക്ച്വലി മിസിബിലിറ്റി ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ മിസിബിലിറ്റി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ കോമ്പോസിഷൻ, ആ സിസ്റ്റത്തിന്റെ കോമ്പോസിഷൻ, പെർസെന്റേജ്, വാട്ട് ഇസ് ദ പെർസെന്റേജ് ഓഫ് വാട്ടർ, വാട്ട് ഇസ് ദ പെർസെന്റേജ് ഓഫ് ഫിനോൾ, അതനുസരിച്ചായിരിക്കും ഇത് ഈ കോമ്പോസിഷൻ ഏത് പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് മിക്സ് ആവുന്നത്. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അതായത് ആ മിസിബിലിറ്റി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ രണ്ടിന്റെയും സിസ്റ്റത്തിന്റെ കോമ്പോസിഷൻ അനുസരിച്ചിരിക്കും. അതായത് കോമ്പോസിഷൻ മാറ്റിക്കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോ ഫിനോള് ഫിക്സഡ് ആക്കി വെച്ചുകൊണ്ട് വാട്ടറിന്റെ എമൗണ്ട് വോളിയം മാറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മിസിബിലിറ്റി ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കും. അതായത് ആദ്യം നിങ്ങൾ 5 ml ഫിനോളും 2 ml വാട്ടർ എടുത്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് ഇത് 2 കൂടി മിസിബിൾ ആവും. ഇനി നേരെ മറിച്ച് ഒരു 2 ml വാട്ടർ കൂടി ആ സിസ്റ്റത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ വാട്ടർ എത്രയായി, മുമ്പ് 2 ml വാട്ടർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു 2 ml വാട്ടറും കൂടി ആഡ് ചെയ്തു, അപ്പൊ ടോട്ടൽ 4 ml ആയി. ഫിനോള് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ 4 ml വാട്ടർ ആയി, 5 ml ഫിനോൾ. അപ്പൊ പെർസെന്റേജ് കാൽക്കുലേറ്റ്, വാട്ട് ഇസ് ദ പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് ദ മിക്സ്ചർ. ഇനി നിങ്ങൾ ചൂടാക്കി കഴിഞ്ഞാൽ മറ്റൊരു ടെമ്പറേച്ചറിലായിരിക്കും നിങ്ങൾക്ക് ഈ 2 കൂടി മിക്സ് ആവുന്നത്. അതായത് ടെമ്പറേച്ചർ കുറവായിരിക്കും, ടെമ്പറേച്ചർ കൂടുതലായി മറ്റൊരു ടെമ്പറേച്ചറിൽ ഈ 2 കൂടി മിക്സ് ആവും. ഇനിയും നിങ്ങൾ വാട്ടറിന്റെ എമൗണ്ട് ഒരു 2 ml കൂടി വീണ്ടും ആഡ് ചെയ്യുക. അപ്പൊ ടോട്ടൽ 6 ml വാട്ടറായി, 5 ml ഫിനോൾ. വീണ്ടും മിസിബിലിറ്റി ടെമ്പറേച്ചർ കാണാം. മിസിബിലിറ്റി ടെമ്പറേച്ചർ കാണുമ്പോൾ നിങ്ങൾ വാട്ടർ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ബോയിലിംഗ് ട്യൂബ് 2 കൂടി സ്റ്റെറിങ് ചെയ്യാൻ ഒരു ഇതുണ്ടാവും, സ്റ്റെർ ചെയ്യാനുള്ള സംഭവം ഉണ്ടാവും. ആ വാട്ടർ ബാത്തിൽ ഒരു തെർമോമീറ്റർ ചൂടാക്കുക, സ്റ്റെർ ചെയ്തുകൊണ്ട് തെർമോമീറ്റർ റീഡിംഗ് എടുത്തുകൊണ്ടിരിക്കുക. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആ ക്ലൗഡിനെസ് പോയി ക്ലിയർ സൊല്യൂഷൻ, അതായത് ഒറ്റ ഫേസ് ആയിട്ട് ഇത് മാറും. എപ്പോഴാണ് ഇത് ഒറ്റ ഫേസ് ആവുന്നത്, ആ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക. അതിനുശേഷം കൂൾ ചെയ്യാൻ വയ്ക്കുക, അതായത് ഫ്ലെയിം മാറ്റി വെക്കുക. അതായത് കൂൾ ചെയ്യുമ്പോൾ തിരിച്ച് ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആ ക്ലൗഡിനെസ് തിരിച്ചു വരും. അന്ന് രണ്ടിന്റെയും കൂടി ആവറേജ് ആണ് നിങ്ങൾ എടുക്കുന്നത്. അതായത് ഹീറ്റിങ്ങും കൂളിംഗ്, ആ എപ്പോഴാണോ ഹീറ്റിംഗിൽ ക്ലൗഡിനെസ് പോകുന്നത്, കൂളിംഗിൽ എപ്പോഴാണോ ക്ലൗഡിനെസ് തിരിച്ചു വന്നത്, ആ 2 ടെമ്പറേച്ചറും നോട്ട് ചെയ്യുക. ഈ രണ്ടിന്റെയും ആവറേജ് എടുക്കുക. ഓരോ പ്രാവശ്യവും റീഡിംഗ് എടുക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓരോന്നിന്റെയും അങ്ങനെയാണ് സാധാരണ, അതിനെയാണ് മിസിബിലിറ്റി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഗ്രാഫ് വരയ്ക്കും, അതായത് കോമ്പോസിഷൻ ഓഫ് ഫിനോൾ ഇൻ ദ എക്സ് ആക്സിസ്,
ദ ടെമ്പറേച്ചർ മിസിബിലിറ്റി ടെമ്പറേച്ചേഴ്സ് ഓൺ ദി വൈ ആക്സിസ് ഒരു ഗ്രാഫ് വരയ്ക്കും. നാച്ചുറലി നിങ്ങൾക്ക് ഫിനോൾ വാട്ടർ സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവേർട്ടഡ് യു ഷേപ്പിലുള്ള ഒരു പാരബോള, ഇൻവേർട്ടഡ് പാരബോള അല്ലെങ്കിൽ ഇൻവേർട്ടഡ് യു എന്ന് പറയാം, ഒരു ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ ഗ്രാഫ് വരുന്നത് എങ്ങനെയാണ്? ഓരോ കോമ്പോസിഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിസിബിലിറ്റി ടെമ്പറേച്ചർ നിങ്ങൾക്കറിയാം. ആ മിസിബിലിറ്റി ടെമ്പറേച്ചർ ആണ് ആ ഗ്രാഫിൽ നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഗ്രാഫിൽ നിങ്ങൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻവേർട്ടഡ് പാരബോള അല്ലെങ്കിൽ ഇൻവേർട്ടഡ് യു ഷേപ്പിലുള്ള ഗ്രാഫ് കിട്ടും. ആ പാരബോളയുടെ ഏറ്റവും പൊക്കത്തുള്ള പോയിന്റ് ആണ്, അതായത് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിന്റെ ഏറ്റവും പീക്കിലുള്ള പോയിന്റ് അതാണ് ആക്ച്വലി ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെമ്പറേച്ചറിന് മീതെ ആണെങ്കിൽ ഏത് കോമ്പോസിഷൻ, നിങ്ങൾക്കറിയാം മിസിബിലിറ്റി ടെമ്പറേച്ചർ പെർസെന്റേജ് കോമ്പോസിഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ കേസിൽ ഈ പോയിന്റ് ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദി ഗ്രാഫ്, ദാറ്റ് ഈസ് ഇൻ ദിസ് കേസ് ഫിനോൾ വാട്ടർ സിസ്റ്റം ആണെങ്കിൽ അറൌണ്ട് 66.8 ആണ് കിട്ടുന്നത്. അപ്പോൾ 66.8 ആണ് ഇതിന്റെ ഫിനോൾ വാട്ടർ സിസ്റ്റത്തിന്റെ CST എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇതിന്റെ ഏത് കോമ്പോസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ടെമ്പറേച്ചർ 66.8 ആണെങ്കിൽ ഈ രണ്ട് സിസ്റ്റവും ഈ രണ്ട് ഫേസും മിക്സ് ആയി ഒറ്റ ഫേസ് ആയിട്ട് മാറും. അപ്പൊ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ എന്ന്. ടെമ്പറേച്ചർ എബവ് ഓർ ബിലോ ഇറ്റ്, അതായത് ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ നിങ്ങൾക്ക് അറിയില്ല, അപ്പർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ ഉണ്ട്, ലോവർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ ഉണ്ട്. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ എബവ് ഓർ ബിലോ എന്ന് പറയുന്നത്. ഇതിന്റെ കേസിൽ ഫിനോൾ വാട്ടർ സിസ്റ്റത്തിന്റെ കേസിലാണെങ്കിൽ അത് അപ്പർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ ആണ്. ട്രൈതാലമീൻ വാട്ടർ സിസ്റ്റം ആണെങ്കിൽ അതിന് ലോവർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ ആണ്. നിങ്ങൾ തിയറി 30s പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ടെമ്പറേച്ചർ എബവ് ഓർ ബിലോ വിച്ച് എ പെയർ ഓഫ് പാർഷ്യലി മിസിബിൾ ലിക്വിഡ്സ് ബിക്കംസ് കംപ്ലീറ്റ്ലി മിസിബിൾ ഇൻ ഓൾ പ്രൊപ്പോർഷൻസ്. ഏത് പ്രൊപ്പോർഷനിൽ എടുത്തു കഴിഞ്ഞാലും മിസിബിൾ ആവുന്ന ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേര് കോൺസ്റ്റിറ്റ്യൂട്ട് ടെമ്പറേച്ചർ. ഓർക്കുക, ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചറും മിസിബിലിറ്റി ടെമ്പറേച്ചറും രണ്ടും ഡിഫറെന്റ് ആണ്. ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ ഒരു സിസ്റ്റത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ. മിസിബിലിറ്റി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് കോമ്പോസിഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. CST അങ്ങനെയല്ല, CST കോമ്പോസിഷൻ അനുസരിച്ച് മാറില്ല, ആ സിസ്റ്റത്തിന്റെയാണ് CST. നമ്മൾ മിസിബിലിറ്റി ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് CST നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ മിസിബിലിറ്റി ടെമ്പറേച്ചർ വേരി വിത്ത് ദ കോമ്പോസിഷൻ, CST ഡസ് നോട്ട്, ഇറ്റ് ആക്ച്വലി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ മിസിബിലിറ്റി ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ ഇനി നിങ്ങൾ ചെയ്യാൻ, ഇത് നിങ്ങൾ ആക്ച്വലി 30s എക്സ്പെരിമെന്റ് ചെയ്താണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ 30s ചെയ്യുന്ന ഒരു എണ്ണമാണ് CST, ഫിനോൾ വാട്ടർ സിസ്റ്റത്തിന്റെ CST. നമ്മൾ ചെയ്യേണ്ടത് ഇംപ്യൂരിറ്റിയുടെ പ്രസൻസിൽ ഈ CST എങ്ങനെ മാറുന്നു അതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന വാട്ടറിൽ KCl ഉണ്ടാവും, പൊട്ടാഷ്യം ക്ലോറൈഡ് ഉണ്ടാവും. അപ്പൊ KCl അനുസരിച്ച്, അതായത് ഈ ഇംപ്യൂരിറ്റിയുടെ പ്രസൻസ് കാരണം ഇതിന്റെ മിസിബിലിറ്റി ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കും. That miscibility temperature depends upon the impurity present. ഞാൻ ഈ പറഞ്ഞത് വെറും വാട്ടറിന്റെ കേസ് ആയിരുന്നു. അപ്പൊ നേരെ മറിച്ച് ഒരു KCl അല്ലെങ്കിൽ ഒരു ഇംപ്യൂരിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിലുണ്ട്, വേണ്ട ഞാൻ വച്ചിട്ടുണ്ട്, താഴെയുണ്ട്. അപ്പൊ അതില് ആ ഇംപ്യൂരിറ്റിയുടെ പ്രസൻസിൽ ഇതിന്റെ CST മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ KClന്റെ പ്രസൻസിൽ ഇതിന്റെ CST എങ്ങനെ മാറുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾ ചെയ്യുമ്പോൾ, എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു 0.2 നോർമൽ KCl പ്രിപ്പയർ ചെയ്യും. 0.2 നോർമൽ KCl ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വരും. 0.2 നോർമൽ, അതായത് നമ്മുടെ സ്റ്റോക്ക് സൊല്യൂഷൻ, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഇനി ഈ 0.2 നോർമൽ KClൽ നിന്ന് നിങ്ങൾ 0.02, 0.04, 0.06, 0.08, 0.5, അതായത് 5 0.1 നോർമൽ KCl ഇൻ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. അപ്പോൾ 5 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കില് ഒരെണ്ണത്തില് 0.02 നോർമൽ KCl ആയിരിക്കണം, മറ്റേതില് 0.04, മൂന്നാമത്തേല് 0.06, നാലാമത്തേല് 0.08, അഞ്ചാമത്തേല് 0.1 നോർമൽ KCl. അപ്പൊ അങ്ങനെ 5 KCl സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കും. ഈ സ്റ്റോക്ക് സൊല്യൂഷനിൽ നിന്ന് 5 എണ്ണം ഉണ്ടാക്കേണ്ടത് 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഇതെങ്ങനെ 0.2ൽ നിന്ന് എങ്ങനെയാണ് 0.02, 0.04, 0.06 ഉണ്ടാക്കേണ്ടതെന്ന് അറിയാലോ. N1V1 = N2V2 എന്നുള്ള ഇതിൽ നിന്ന് ഇതപ്പോ N1 ഇപ്പൊ KClന്റെ ആണെന്ന് ചോദിക്കുക. അപ്പൊ അതിന്റെ KCl കോൺസെൻട്രേഷൻ 0.2, V1 എന്താന്ന് നമുക്കറിയില്ല. N2 എന്ന് പറയുന്നത് നമുക്ക് വേണ്ട കോൺസെൻട്രേഷൻ, അതായത് 0.02.
അതിന്റെ B2 എന്ന് പറയുന്ന അതിന്റെ ഫൈനൽ വോളിയം, ദാറ്റ് ഈസ് 100 ml. അപ്പോൾ ഓരോന്നിന്റെ KCLന്റെ 0.2 നോർമൽ KCL എത്ര വോളിയം വേണമെന്ന് ഓരോന്നും ഉണ്ടാക്കാൻ വേണ്ടി അതിൽ N1 into V2 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെ 5 എണ്ണം നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ഈ 5 ആദ്യം 0.02 എടുക്കുക, 2 ബ്യൂററ്റ് എടുക്കണം. ഒരു ബ്യൂററ്റിൽ ഫിനോൾ നിറയ്ക്കുക, മറ്റേ ബ്യൂററ്റിൽ ആദ്യത്തെ ബ്യൂററ്റിൽ 0.02 നോർമൽ KCL നിറയ്ക്കുക. എന്നിട്ട് ബോയിലിംഗ് ട്യൂബിൽ ആദ്യം 5 ml ഫിനോൾ എടുക്കുക. അതിനുശേഷം 2 ml ഈ KCL സൊല്യൂഷൻ 0.0, നമ്മൾ വാട്ടറിന് വരാം, ഇപ്പൊ ഇനി ഇടാൻ പോകുന്ന KCL ആണ്. അപ്പൊ KCL ആഡ് ചെയ്യുക, 0.02 ആഡ് ചെയ്യുക, 0.02 നോർമൽ KCL 2 ml ആദ്യം ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ പെർസെൻറ്റേജ് എന്താണ് ഫിനോളിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. 5 ml വാട്ടർ, 5 ml ഫിനോൾ, 2 ml KCL സൊല്യൂഷൻ. അതിനുശേഷം ഇതിന്റെ മിസിബിലിറ്റി ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. അതിനുശേഷം മിസിബിലിറ്റി ടെമ്പറേച്ചർ ഹീറ്റിംഗ് കൂളിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ബോയിലിംഗ് ട്യൂബ് തുറന്നിട്ട് ഒരു 2 ml KCL കൂടി ആഡ് ചെയ്യും. ഇപ്പൊ ടോട്ടൽ 4 ml KCL. വീണ്ടും ആ സിസ്റ്റത്തിന്റെ മിസിബിലിറ്റി ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അത് 6 ml. അപ്പൊ അങ്ങനെ 2 ml, 4 ml, 6 ml, 8 ml, 10 ml KCLs ഓരോന്നിന്റെ പെർസെന്റേജ് മാറിക്കൊണ്ടിരിക്കും. ഓരോന്നിന്റെയും മിസിബിലിറ്റി ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം ആ രണ്ടാമത്തെ ബ്യൂററ്റിലെ 0.02 നോർമൽ KCL മാറ്റിയിട്ട് 0.04 ml KCL നിറയ്ക്കുക. ഇതേ പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതായത് വീണ്ടും ആ ബോയിലിംഗ് ട്യൂബിൽ പുതിയ ബോയിലിംഗ് ട്യൂബ് എടുക്കുക, 5 ml ഫിനോൾ, പിന്നെ 2 ml 0.04 നോർമൽ KCL എടുക്കുക, പിന്നെ വീണ്ടും 2 ml വെച്ച് ആഡ് ചെയ്തിട്ടേക്ക് ഓരോ പ്രാവശ്യം മിസിബിലിറ്റി ടെമ്പറേച്ചർ ആഡ് ചെയ്യും. ഇത് തന്നെ ഇങ്ങനെ ഇത് വെച്ച് ഓരോന്നിന്റെ 0.02, 0.04, 0.06, 0.08, 0.1 നോർമൽ KCL വെച്ചിട്ടുള്ള ഓരോന്നിന്റെ മിസിബിലിറ്റി ടെമ്പറേച്ചർ അതിന്റെ കറസ്പോണ്ടിങ് ഗ്രാഫും വരയ്ക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ഇതേപോലത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇത് ഓരോന്നിന്റെയും ചെയ്യുമ്പോൾ ഇപ്പൊ 0.02 നോർമൽ KCL വെച്ചിട്ട് ഇതേപോലത്തെ ഒരു ഗ്രാഫ് കിട്ടും. അതിന്റെ CST നിങ്ങൾ കണ്ടുപിടിക്കും. അതിനുശേഷം 0.04 വെച്ച് KCL വെച്ചുള്ള മിസിബിലിറ്റി ടെമ്പറേച്ചർ ഇതേപോലെ മറ്റേ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യാം. അതിന്റെയും CST നിങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെ ഓരോന്നിന്റെയും അപ്പോ ഈ CST ഗ്രാഫ് എത്ര എണ്ണം ഉണ്ടാവും? 0.02, 0.04, 0.06, 0.08, 0.1 നോർമൽ KCL. അത്ര ഉണ്ടാവും. ഇനി അൺനോണിന്റെ വരയ്ക്കണമെന്ന് അറിയില്ല എന്നോട്ടെ. അപ്പൊ ഇത്രയും ഗ്രാഫ് CST ഗ്രാഫ്സ് വരും. പിന്നെ ഇതിന്റെ കൂടെ അൺനോണിന്റെയും കൂടി വരും. അൺനോണും കൂടി ഇതിന്റെ കൂടെ ഒരു അൺനോണും കൂടി തരും. അൺനോണിന്റെ KCL എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് അൺനോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ അൺനോൺ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. അപ്പൊ അതിന്റെയും ഗ്രാഫ്, അപ്പൊ ടോട്ടൽ ഈ ഒരു ഗ്രാഫ് 6 എണ്ണം വരും. അങ്ങനെ ഓരോന്നിന്റെയും CST നിങ്ങൾ കണ്ടുപിടിക്കും. അതിനുശേഷം നിങ്ങൾ മറ്റൊരു ഗ്രാഫ് വരയ്ക്കുക വിത്ത് ദ KCL കോൺസെൻട്രേഷൻ ഓൺ ദി X ആക്സിസ്. അതായത് 0.02, 0.04, 0.06, 0.08, 0.1 KCL കോൺസെൻട്രേഷൻ X ആക്സിൽ വരയ്ക്കുക. Y ആക്സിൽ CST ടെമ്പറേച്ചർ Y ആക്സിൽ പ്ലോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 0.02 കറസ്പോണ്ടിങ് ആയിട്ടുള്ള CST എന്താന്ന് പോയിന്റ് മാർക്ക് ചെയ്യുക. 0.04 കറസ്പോണ്ടിങ് ആയിട്ടുള്ള CST എന്താന്ന് ആ ഗ്രാഫ് ഇതൊന്ന് നോക്കിയിട്ട് ആ ഗ്രാഫിൽ മാർക്ക് ചെയ്യുക. 0.06 CST മാർക്ക് ചെയ്യുക, 0.08, 0.1. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു CST ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ CST കോൺസെൻട്രേഷൻ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് പിന്നെ അൺനോണിന്റെ CST എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. അപ്പൊ അൺനോണിന്റെ CST കണ്ടുപിടിച്ചിട്ട് ആ ഗ്രാഫിൽ നിന്ന് കറസ്പോണ്ടിങ് അൺനോണിന്റെ കോമ്പോസിഷൻ പെർസെന്റേജ് എന്താണെന്ന് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് KCL എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ഡിഗ്രിയിൽ നിങ്ങൾ ചെയ്തത് വെറും ഫിനോൾ വാട്ടർ സിസ്റ്റം ആയിരിക്കും. ഇവിടെ നമ്മൾ വാട്ടർ KCL എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റിയുടെ പ്രസൻസിൽ CST എങ്ങനെ മാറുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൽ നിന്ന് KCLന്റെ ഒരു അൺനോണിന്റെ കോമ്പോസിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇതാണ് CST എന്ന് പറയുന്നത്.
അപ്പൊ ഈ ഗ്രാഫും അതിന്റെ കോമ്പോസിഷൻ ഇതിന്റെ ടോപ്പിലുള്ള പോയിന്റ് ആണ് നമ്മൾ ഇതിന്റെ CST ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത് ജസ്റ്റ് ഞാൻ വൈവയ്ക്ക് ഇതിനു വേണ്ടി അറിഞ്ഞിരിക്കാൻ വേണ്ടി ലോവർ CST ഉള്ള സിസ്റ്റം, ട്രൈതലമൈൻ വാട്ടർ സിസ്റ്റം ലോവർ CST ഉള്ള, ചിലത് അപ്പറും ലോവറും കാണിക്കും. നിക്കോട്ടിൻ വാട്ടർ സിസ്റ്റം വിച്ച് ഷോസ് ബോത്ത് an upper as well as lower CST, so that you get just a circle like this. ആ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, ഈ ഇതും ഉണ്ടാവും, രണ്ടും കൂടി ഇതാകുമ്പോൾ you get a circle like this, almost a circle. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് ഈ കേസ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ CST ചെയ്യുന്നത്. പിന്നെ ഉള്ളത് 2 കമ്പോണന്റ് സിസ്റ്റം ആണ്. 2 കമ്പോണന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൽ 2 കമ്പോണന്റ് എന്ന് പറയുന്നത് നാഫ്തലിനും ബൈഫിനൈൽ. 2 components, one is naphthalene, other one is biphenyl എന്ന് പറയുന്നത്. അതായത് ഇവിടെ A എന്ന് പറയുന്ന നാഫ്തലിൻ ആയിരിക്കാം, B എന്ന് പറയുന്നത് ബൈഫിനൈൽ ആയിരിക്കും. അപ്പൊ ഇതില് അപ്പൊ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇവിടെയും ബോയിലിംഗ് ട്യൂബ് ആണ്, ടേക്ക് എ ബോയിലിംഗ് ട്യൂബ്. ആ ബോയിലിംഗ് ട്യൂബില് എത്രയാണ് നിങ്ങൾ എടുക്കുന്ന? 5 ആയിരിക്കും. ഓക്കെ, 5 ഗ്രാം ആദ്യം നാഫ്തലിൻ എടുക്കുക. 5 ഗ്രാം നാഫ്തലിൻ എടുക്കുക. ടേക്ക് 5 ഗ്രാം പ്യൂർ നാഫ്തലിൻ. ബൈഫിനൈൽ ആഡ് ചെയ്യരുത്. 5 ഗ്രാം വെയിറ്റ് എടുത്തിട്ട്, കൃത്യമായിട്ട് വെയിറ്റ് എടുത്തിട്ട് ആ 5 ഗ്രാമിന് അപ്രോക്സിമേറ്റ്ലി 5 ഗ്രാം നാഫ്തലിൻ ആ ബോയിലിംഗ് ട്യൂബിലോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം അപ്പോൾ അതിൽ പ്യൂർ നാഫ്തലിൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ബോയിലിംഗ് ട്യൂബ് ആ വാട്ടർ ബാത്തിൽ വെച്ചിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ട് നാഫ്തലിനെ ചൂടാക്കുക. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നാഫ്തലിൻ മെൽറ്റ് ചെയ്യും. നാഫ്തലിൻ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോയിലിംഗ് ട്യൂബിനെ ആ വാട്ടർ ബാത്തിൽ നിന്നിട്ട് ഒരു എന്താ പറയാ, ഒരു ടെമ്പറേച്ചർ ജാക്കറ്റ് അതിന് പറയാം, പ്ലാസ്റ്റിക് ഡബ്ബയുണ്ടല്ലോ വിത്ത് വൈക്കോലൊക്കെ ഇട്ട സാധനം. അപ്പൊ അതിലോട്ട് ഈ സാധനം ഇറക്കി വെച്ചിട്ട് ജാക്കറ്റിലോട്ട് ഇറക്കി വെച്ചിട്ട് ഇതിനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റിർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഓരോ 30 സെക്കൻഡ്സിലും ഇതിന്റെ ടെമ്പറേച്ചർ നോട്ട് ചെയ്യാം. അപ്പൊ ഒരു ഓർക്ക നാഫ്തലിൻ ചൂടാക്കുമ്പോൾ ഒരു 85 മീതെ ടെമ്പറേച്ചർ പോകണ്ട, അല്ലെങ്കിൽ മാക്സിമം ഒരു 90 വരെ പോയാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് നാഫ്തലിൻ ചൂടാക്കണ്ട. കാരണം നാഫ്തലിന്റെ മെൽറ്റിംഗ് പോയിന്റ് 80.2 ആണ്. അപ്പോൾ ഏത് സിസ്റ്റം ഇതിന്റെ ഇത് ചൂടാക്കുമ്പോൾ ഡോണ്ട് ഗോ ബിയോണ്ട് 90 മീതെ ടെമ്പറേച്ചർ പോകണ്ട, ചൂടാക്കണ്ട. 90 മീതെ പോയി കഴിഞ്ഞാൽ എറർ വരാൻ സാധ്യതയുണ്ട്. കാരണം നാഫ്തലിൻ സബ്ലൈം ചെയ്യുന്ന വസ്തുവാണല്ലോ. അപ്പൊ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നാഫ്തലിൻ സബ്ലൈം ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ അതിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പൊ ദാറ്റ് വിൽ ലീഡ് ടു എൻ എറർ. സോ ഡോണ്ട് ഗോ ബിയോണ്ട് 90 ഡിഗ്രി. അപ്പൊ ഇപ്പൊ പ്യൂർ നാഫ്തലിൻ എടുത്തു, പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നാഫ്തലിൻ മെൽറ്റ് ചെയ്തു. നാഫ്തലിൻ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആ ടെമ്പറേച്ചർ ജാക്കറ്റിലോട്ട് വെച്ചിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ 30 സെക്കൻഡ്സിലും ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ആക്ച്വലി കൂളിംഗ് ആണ്. അപ്പോൾ സമയം കഴിയും തോറും ഇതിന് ഇത് ടെമ്പറേച്ചർ കുറഞ്ഞ് വരും. കുറഞ്ഞ് വന്നിട്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഒരു പോയിന്റ് എത്തുമ്പോൾ ടെമ്പറേച്ചർ ഏകദേശം കോൺസ്റ്റന്റ് ആവില്ല. ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇതിൽ ടെമ്പറേച്ചർ ഏകദേശം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആ റേറ്റ് ഓഫ് കൂളിംഗിൽ ഒരു വ്യത്യാസം വരും. അതാണ് ആക്ച്വലി ഇതിന്റെ ഫ്രീസിംഗ് ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഇത് നാഫ്തലിൻ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ്. അതിന്റെ ഇത് മെൽറ്റിംഗ് പോയിന്റ് അതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കും. അതായത് ടെമ്പറേച്ചർ അലോങ് ദി വൈ ആക്സിൽ, ടൈം അലോങ് ദി എക്സ് ആക്സിസ്, ടൈം എക്സ് ആക്സിസിലും ടെമ്പറേച്ചർ വൈ ആക്സിസിലും. അപ്പോൾ ഓരോ 30 സെക്കൻഡ്സിലും ഉള്ള ടെമ്പറേച്ചർ നമ്മൾ ആ ഗ്രാഫിൽ നമ്മൾ മാർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കൂളിംഗ് കർവ് കിട്ടും. ഇതേപോലെ ടൈം എക്സ് ആക്സിസിലും ടെമ്പറേച്ചർ അലോങ് ദി വൈ ആക്സിസ്. അപ്പൊ ആദ്യം നല്ല റേറ്റ് ടെമ്പറേച്ചർ കുറഞ്ഞ് സമയം പെട്ടെന്ന് കൂളിംഗ് നടക്കും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇത് ഒരു ഗ്രാഫിൽ ഒരു ബ്രേക്ക് വരും. ബ്രേക്ക് വന്നിട്ട് ഒന്നെങ്കിൽ ഇത് ടെമ്പറേച്ചർ ഏകദേശം കോൺസ്റ്റന്റ് ആയിട്ട്, അതായത് റേറ്റ് ഓഫ് കൂളിംഗിൽ ഒരു വ്യത്യാസം വരും. പതുക്കെ പിന്നെ ഒന്നും കൂടി കുറച്ച് പതുക്കിയാവും. ഇത് ഫാസ്റ്റ് ആയിരുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ബ്രേക്ക് വന്നിട്ട് റേറ്റ് ഓഫ് കൂളിംഗ് കുറയും. ആ കുറയാൻ കാരണം നാഫ്തലിൻ ക്രിസ്റ്റലൈസ് ചെയ്യുന്നുണ്ട്. അതാണ് ആക്ച്വലി അതിന്റെ ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. ആ പോയിന്റിൽ നാഫ്തലിൻ ക്രിസ്റ്റലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതാണ് ആക്ച്വലി എവിടെയാണ് ഗ്രാഫിൽ ഒരു ബ്രേക്ക് വരുന്നത്,
അതാണ് നമ്മുടെ ഇതിന്റെ ടെമ്പറേച്ചർ ആയിട്ട് എടുക്കുന്നത്, മെൽറ്റിംഗ് പോയിന്റ് എടുക്കുന്ന നാഫ്തലിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം ഈ ബോയിലിംഗ് ട്യൂബ് തുറന്നിട്ട് ഇതേ ബോയിലിംഗ് ട്യൂബിലോട്ട് 1 gram ബൈഫിനൈൽ ആഡ് ചെയ്യുക. അപ്പൊ ഇപ്പൊ നേരത്തെ 1 component സിസ്റ്റം ആയിരുന്നു, നാഫ്തലിൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത് 2 component സിസ്റ്റമായി. കാരണം 5 gram നാഫ്തലിൻ ഓൾറെഡി ഉണ്ട്. അതിന്റെ ഒപ്പം ഇപ്പൊ 1 gram ബൈഫിനൈൽ കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ എന്നിട്ട് ഈ സിസ്റ്റത്തിന്റെ കോമ്പോസിഷൻ എന്താണെന്ന് നോട്ട് ചെയ്യുക. വാട്ട് ഈസ് കോമ്പോസിഷൻ, വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് നാഫ്തലിൻ, വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് ബൈഫിനൈൽ. ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. അതായത് ഇതിനെ ഈ സിസ്റ്റത്തിനെ വാട്ടർ ബാത്തിൽ വയ്ക്കുക, ചൂടാക്കുക, മെൽറ്റ് ചെയ്യുക. മെൽറ്റ് ചെയ്ത ശേഷം അതിനെ ആ ജാക്കറ്റിൽ വെച്ചിട്ട് അതിനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യവും 30 സെക്കൻഡ്സിലും ടെമ്പറേച്ചർ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. ടെമ്പറേച്ചർ ആദ്യം ഫാസ്റ്റ് ആയിട്ട് കുറയും. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ടെമ്പറേച്ചർ റേറ്റ് ഓഫ് കൂളിംഗ് സ്ലോ ആവും. അതായത് ചിലപ്പോൾ ഒരു 30 സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കുറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കേസിൽ ചിലപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ടെമ്പറേച്ചർ മാറുന്നത്. റേറ്റ് ഓഫ് കൂളിംഗ് കുറയും. അപ്പൊ ഇതേപോലെ തന്നെ ആ സിസ്റ്റത്തിന്റെ ഗ്രാഫ് വരയ്ക്കുക, ടെമ്പറേച്ചർ ടൈം ഗ്രാഫ് വരയ്ക്കുക. എവിടെയാണ് ഇത് ബ്രേക്ക് വരുന്നത് ആ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യുക. വീണ്ടും നിങ്ങളുടെ ബോയിലിംഗ് ട്യൂബ് തുറക്കുക. ഇതിലോട്ട് തന്നെ ഒരു 1 gram ബൈഫിനൈൽ കൂടി ആഡ് ചെയ്യുക. അപ്പൊ ഇപ്പൊ 2 gram ബൈഫിനൈൽ. ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും 1 gram ബൈഫിനൈൽ ആഡ് ചെയ്യുക. അപ്പൊ ഇപ്പൊ ടോട്ടൽ 3 gram ബൈഫിനൈൽ ആയി. റിപ്പീറ്റ് ചെയ്യുക. പിന്നെ 4 gram ആഡ് ചെയ്യുക. 1 gram കൂടി ആഡ് ചെയ്യുക. സോ ടോട്ടൽ 4 gram ബൈഫിനൈൽ ചെയ്യുക. ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. യു ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. വീണ്ടും ടെമ്പറേച്ചർ ബ്രേക്ക് വരുന്ന എവിടെയാണെന്ന് നോക്കുക. ഇനി ഇതിനെ നേരെ തിരിച്ചു ചെയ്യുക. അതായത് നിങ്ങൾ ആദ്യം നാഫ്തലിൻ, പ്യുവർ നാഫ്തലിൻ എടുത്തിട്ട് അതിലോട്ട് ബൈഫിനൈൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ബോയിലിംഗ് ട്യൂബ് എടുത്തിട്ട് പ്യുവർ ബൈഫിനൈൽ എടുക്കുക. ടേക്ക് പ്യുവർ 100%, അതായത് അതിൽ നാഫ്തലിൻ ഇല്ല. ടേക്ക് പ്യുവർ ബൈഫിനൈൽ. ഇത് എടുത്തിട്ട് അതിനെ ചൂടാക്കുക, മെൽറ്റ് ചെയ്യുക, ജാക്കറ്റിൽ വയ്ക്കുക, കൂൾ ചെയ്യുക. റേറ്റ് ഓഫ് കൂളിംഗ് എപ്പോഴാണോ അതിന്റെ ഗ്രാഫ് വരയ്ക്കുക. റേറ്റ് ഓഫ് കൂളിംഗിൽ ആ ബ്രേക്ക് വരുന്ന അത് നോട്ട് ചെയ്യുക. ദാറ്റ് വിൽ ബി ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ബൈഫിനൈൽ ഇട്ടെടുക്കുക. എന്നിട്ട് ഈ ബോയിലിംഗ് ട്യൂബ് തുറന്നിട്ട് ഇതിലോട്ട് 1 gram നാഫ്തലിൻ ആഡ് ചെയ്യുക. നാഫ്തലിൻ ആഡ് ചെയ്യുക, പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ 2 gram നാഫ്തലിൻ ആഡ് ചെയ്യുക. 1 gram കൂടി ആഡ് ചെയ്യുക. ടോട്ടൽ 2 gram ആഡ് ചെയ്യുക. അങ്ങനെ 4 gram നാഫ്തലിൻ വരെ ആഡ് ചെയ്യുക. ഓരോ പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം you draw a graph with the composition along the x-axis, temperature along the y-axis. അതാ സിസ്റ്റത്തിന്റെ കോമ്പോസിഷൻ. അതായത് ഇവിടെ 100% നാഫ്തലിൻ ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ 100% ബൈഫിനൈൽ. അപ്പൊ ഇവിടെ 100% നാഫ്തലിൻ, ഇവിടെ 100% ബൈഫിനൈൽ. അപ്പൊ ഇവിടെ if you go from left to right, the percentage of naphthalene decreases whereas the percentage of biphenyl increases. അങ്ങനത്തെ ഒരു ഗ്രാഫ്. അപ്പൊ ഇവിടെ 100% നാഫ്തലിൻ, ഇവിടെ 90, 80% നാഫ്തലിൻ, 60% നാഫ്തലിൻ, 40, അങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുക. ബൈഫിനൈൽ ആണെങ്കിൽ അങ്ങനെ തന്നെ, പക്ഷെ ഇവിടെ 0% ബൈഫിനൈൽ ആയിരിക്കും. പിന്നെ 90, പിന്നെ ഓരോന്ന് കൂടി 10, 20, 30, 40, 50 അങ്ങനെ വരയ്ക്കുക. അപ്പൊ അതായിരിക്കും ആ സിസ്റ്റത്തിന്റെ കോമ്പോസിഷൻ. നമ്മൾ എക്സ് ആക്സിൽ വരയ്ക്കുക. ഇത് നമ്മുടെ ടെമ്പറേച്ചർ, ആ ഫ്രീസിംഗ് ടെമ്പറേച്ചർ എപ്പോഴാണോ ഈ സിസ്റ്റം ഫ്രീസ് ആകുന്നത് അല്ലെങ്കിൽ ആ പോയിന്റ്, അതാണ് നമ്മൾ ടെമ്പറേച്ചറിൽ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ ഇതിന്റെയും കോമ്പോസിഷൻ അനുസരിച്ചുള്ള ആ ടെമ്പറേച്ചർ ഈ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. അതിനുശേഷം ഇതിനെ വരയ്ക്കുക. സാധാരണ സ്കെയിൽ വെച്ചാണ് വരയ്ക്കുന്നത്. പക്ഷെ അത് സ്കെയിൽ വെച്ച് വരയ്ക്കുന്ന കറക്റ്റ് അല്ല. കാരണം നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല കിട്ടുന്നത്, ഒരു വി ഷേപ്പ് അല്ല കിട്ടുന്നത്, ഇതേപോലത്തെ ഒരു കർവ് ആണ് കിട്ടുന്നത്. അപ്പൊ ആക്ച്വലി പെൻസിൽ വെച്ച് കൈ കൊണ്ടാണ് വരയ്ക്കേണ്ടത്. ഡോണ്ട് ഡ്രോ വിത്ത് സ്കെയിൽ. ഒരു കൈ വെച്ചിട്ട് ഒരു സ്മൂത്ത് കർവാണ് അവിടെ ആക്ച്വലി വരുന്നത്. ഇങ്ങനത്തെ ഒരു കർവ്, ഇവിടെ ഇങ്ങനത്തെ ഒരു കർവ്, ഇവിടെ ഇങ്ങനത്തെ ഒരു കർവ് എന്ന് നമ്മൾ പറയാം. അപ്പൊ ഇങ്ങനത്തെ ഒരു കർവ് കിട്ടും. ഈ കർവ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മുട്ടും. ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ദി യൂടെക്ടിക് ടെമ്പറേച്ചർ. അതിനെയാണ് ആ പോയിന്റിലാണ് യൂടെക്ടിക് ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. ആ പർട്ടിക്കുലർ കോമ്പോസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂടെക്ടിക് കോമ്പോസിഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇത് യൂടെക്ടിക് ടെമ്പറേച്ചർ, ആ കറസ്പോണ്ടിങ് കോമ്പോസിഷൻ വിൽ ബി ദ യൂടെക്ടിക് കോമ്പോസിഷൻ എന്ന് നമ്മൾ വിളിക്കും.
ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഒരു അൺനോൺ തരും, ഒരു നാഫ്തലിൻ ബൈഫിനാൽ അടങ്ങിയ ഒരു സിസ്റ്റം. ബട്ട് യു ഡോണ്ട് നോ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് നാഫ്തലിൻ, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ബൈഫിനാൽ ഇൻ ഇറ്റ്. ആ അൺനോൺ തരും. ഈ അൺനോണും നിങ്ങൾ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അൺനോൺ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ മെൽറ്റ് ചെയ്യുക, അതിന്റെ വാട്ടർ ബാത്തിൽ വെച്ച് അതിന്റെ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക, അൺനോണിന്റെയും ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് ആ ഇതിന്റെ ടെമ്പറേച്ചർ, ഫീസിംഗ് ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഗ്രാഫിൽ ആ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക. ഇവിടെ ഒരു പ്രശ്നം വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ആ ടെമ്പറേച്ചർ നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചർ നിങ്ങൾ കണ്ടുപിടിച്ചു. അൺനോണിന്റെ ടെമ്പറേച്ചർ എവിടെയാണ് ഇത് കൂളിംഗിൽ വ്യത്യാസം വരുന്നത്, അതായത് ഫ്രീസിംഗ് ടെമ്പറേച്ചർ, ആ പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്തു. ഇനി എന്താ റേറ്റ് ഓഫ് കൂളിംഗിൽ വ്യത്യാസം വരുന്നതെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. അത് നിങ്ങൾ വൈ റേറ്റ് ഓഫ് കൂളിംഗ് ബിക്കംസ് ഡിഫറെന്റ് ആഫ്റ്റർ സം ടൈം, അത് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അതിന്റെ തിയറി എനിക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഒരു കമ്പോണന്റ് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോഴാണ് റേറ്റ് ഓഫ് കൂളിംഗ് വ്യത്യാസം വരുന്നത്. കാരണം ദാറ്റ് ഈസ് എ ക്രിസ്റ്റലൈസേഷൻ ഈസ് എൻ എക്സോതെർമിക് പ്രോസസ്, ഹീറ്റ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അത് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് റേറ്റ് ഓഫ് കൂളിംഗിൽ വ്യത്യാസം വരുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പിന്നെ ആ ഡിഗ്രി ബുക്കിലൊക്കെ ഉണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതൊന്നും പറയാനൊരു സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ പ്രിൻസിപ്പിളിലോട്ട് പോകാത്തത്. ഞാൻ ആ എക്സ്പെരിമെന്റ് പാർട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ ടെമ്പറേച്ചർ, അതിന്റെ കോമ്പോസിഷൻ ടെമ്പറേച്ചർ നിന്ന് കണ്ടുപിടിക്കണം. പക്ഷെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് ഈ ഗ്രാഫിനെ 2 പോയിന്റിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഇപ്പൊ ഈ ടെമ്പറേച്ചർ എടുത്ത് നോക്കിയാൽ ഈ ഗ്രാഫിനെ അത് ഇവിടെ വെച്ച് ലിങ്ക് ചെയ്യുന്നുണ്ടാവും, ഇവിടെയും അത്. അപ്പൊ ഇവിടെ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷൻ, അതായത് ഇവിടെ നാഫ്തലിന്റെ പെർസെന്റേജ് ആയിരിക്കും കൂടുതൽ. ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ബൈഫിനാലിന്റെ ഇതായിരിക്കും കൂടുതൽ. അപ്പൊ ഇത് ഏതാണ് കോമ്പോസിഷൻ എന്ന് നിങ്ങൾക്കറിയില്ല. ഒന്നുകിൽ ഇതാവാം, അല്ലെങ്കിൽ ഇതാവാം. ഇത് ആക്ച്വലി ചെയ്യേണ്ടത്, ശരിക്കും ചെയ്യേണ്ടത്, ഇതിലോട്ട് നിങ്ങൾ കുറച്ച് നാഫ്തലിനും കൂടി ഇട്ടിട്ട് എങ്ങനെയാണ് ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്ന അൺനോണിലോട്ട് ഇതേപോലെ ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല ഇവിടെയാണോ ഇതാണോ ഇതിന്റെ കോമ്പോസിഷൻ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ആ സിസ്റ്റത്തിലോട്ട് കുറച്ച് നാഫ്തലിൻ കൂടി, ഒരു വെയ്ഡ് എമൗണ്ട് നാഫ്തലിൻ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ട്രാൻസിഷൻ ടെമ്പറേച്ചർ നോക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾക്ക് തരുന്ന അൺനോണിൽ നാഫ്തലിൻ ആയിരിക്കും കൂടുതൽ. നാഫ്തലിൻ വിൽ ബി പ്രസന്റ് ഇൻ ഹയർ എമൗണ്ട്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ നാഫ്തലിന്റെ പെർസെന്റേജ് കൂടുതൽ, ഇവിടെയാണെങ്കിൽ ബൈഫിനാലിന്റെ പെർസെന്റേജ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നാഫ്തലിൻ എവിടെയാണോ പെർസെന്റേജ് എവിടെയാണോ കൂടുതൽ, ആ പർട്ടിക്കുലർ കോമ്പോസിഷൻ ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഒന്ന് 70% നാഫ്തലിൻ, 30% ബൈഫിനാൽ. മറ്റേത് 60% ബൈഫിനാൽ, 40% നാഫ്തലിൻ ആണെങ്കിൽ ഗോ ഫോർ ദ ഫസ്റ്റ് വൺ. ദാറ്റ് ഈസ് വേർ ദർ ഈസ് ഹയർ പെർസെന്റേജ് ഓഫ് നാഫ്തലിൻ കമ്പയർഡ് ടു ബൈഫിനാൽ. ബൈഫിനാലെ കാട്ടും നാഫ്തലിന്റെ പെർസെന്റേജ് കൂടിയ കോമ്പോസിഷൻ ആണ് നിങ്ങൾ. അങ്ങനെ ആയിരിക്കും അൺനോൺ തരുന്നത്. അപ്പോൾ ആ ഇതിലോട്ട് എടുക്കുക. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞതെന്നുള്ളൂ. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയരുത്. ആക്ച്വലി നിങ്ങൾ അതിലോട്ട് വീണ്ടും നാഫ്തലിൻ ആഡ് ചെയ്തിട്ട് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസം നോക്കിയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ അപ്പോൾ നാഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ ട്രാൻസിഷൻ ഈ ഫ്രീസിംഗ് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ പോയിന്റ് ഇവിടെ ആയിരിക്കും, നേരെ മറിച്ച് കുറയുകയാണെങ്കിൽ പോയിന്റ് ഇവിടെ ആയിരിക്കും. അങ്ങനെയാണ് ആക്ച്വലി ചെയ്യുന്നത്. അങ്ങനെ അതിലോട്ട് ചെയ്യേണ്ട. ഇത്രയും പറഞ്ഞു ചെയ്താൽ മതി. അൺനോൺ എന്ന് പറയുന്നതിൽ നാഫ്തലിൻ എമൗണ്ട് ആയിരിക്കും കൂടുതൽ. Naphthalic percent in higher amounts. So take the composition corresponding to higher percentage of naphthalene. അങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ 2 component സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് ഒരെണ്ണം ഫിനോൾ CST temperature in process of an impurity KCl, and then the 2 component system, that is the naphthalene biphenyl system. ഇത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എഴുതിയാണ്. നാഫ്തലിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഏകദേശം 80.2 ആണ്, ബൈഫിനാലിന്റെ 70.5 ആണ്. ആ സിസ്റ്റത്തിന്റെ യൂടെക്ടിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 39.4 കോമ്പോസിഷൻ 40.4% നാഫ്തലിൻ. അതായത് നാഫ്തലിൻ ബൈഫിനാൽ ആണെങ്കിൽ 39.4 ആയിരിക്കും ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ ഏകദേശം 39.4, കോമ്പോസിഷൻ 40.4% നാഫ്തലിൻ ആയിരിക്കും കിട്ടേണ്ടത്. ശരിക്കും ഇത് വയ്യാട്ടൊന്നും പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ, അറിഞ്ഞിരിക്കാൻ
പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏകദേശം ആ പോയിന്റിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കാരണം ഇത് കോൺസ്റ്റന്റ് ആണ്. യൂട്ടിലിറ്റി ടെമ്പറേച്ചർ, യൂട്ടിലിറ്റി കോമ്പക്ഷൻ കോൺസ്റ്റന്റ് വരയ്ക്കുമ്പോൾ യൂട്ടിലിറ്റി നിങ്ങളുടെ ഗ്രാഫ് ഏകദേശം ആ പോയിന്റിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 39.4 40.4. പിന്നെ 3 കമ്പോണന്റ് സിസ്റ്റം. 3 കമ്പോണന്റ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്നത് ഈ 3 കമ്പോണന്റ്സ് എന്ന് പറയുന്നത് ടോളുവിൻ, അസിറ്റിക് ആസിഡ് ആൻഡ് വാട്ടർ എന്ന് പറയുന്ന സിസ്റ്റം ആയിരിക്കും. ഇത് 3 കമ്പോണന്റ്. നിങ്ങൾ നേരത്തെ ചെയ്ത ഒരു 2 കമ്പോണന്റ് സിസ്റ്റമാണ് നാഫ്തലിൻ ബൈഫിനൽ എന്ന് പറയുന്നത്. ഇതൊരു 3 കമ്പോണന്റ് സിസ്റ്റം ആണ്. 3 കമ്പോണന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ഇത് വരയ്ക്കുന്നത് 3 കമ്പോണന്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ യു വിൽ ബി മേക്കിംഗ് യൂസ് ഓഫ് എ ട്രയാംഗുലർ ഗ്രാഫ് പേപ്പർ. ഒരു ത്രികോണ രൂപത്തിലുള്ള ഒരു ട്രയാംഗുലർ ഗ്രാഫ് പേപ്പർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ ഇങ്ങനെയാണ് അതിന്റെ പോയിന്റ്. ആ ട്രയാംഗിളുടെ പോയിന്റ് അപെക്സിൽ ഓരോന്നിലും കോർണേഴ്സിൽ ഒരു പർട്ടിക്കുലർ കമ്പോണന്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ അസിറ്റിക് ആസിഡ് വിൽ ബി 100%, ഇവിടെ ടോളുവിൻ വിൽ ബി 100%. ഈ കേസിൽ വാട്ടർ വിൽ ബി 100%. ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗ്രാഫ്, നിങ്ങൾക്ക് സാധാരണ ഈ 2D ഗ്രാഫ് വരച്ചിട്ടേ പരിചയമുള്ളൂ. അതായത് എക്സും വൈയും ഉള്ള ആക്സസ് ഉള്ള ഗ്രാഫ് വരച്ചിട്ട് പരിചയമുള്ളൂ. അപ്പൊ ഈ ഗ്രാഫ് വരയ്ക്കാൻ ഒരു പരിചയം വേണം. അത് ആക്ച്വലി ആ പോയിന്റ്സ് ഒന്ന് കണ്ടുപിടിക്കാൻ ആദ്യം കുറച്ച് പ്രാക്ടീസ് വേണം. അപ്പൊ അതൊന്ന് ആദ്യം പ്രാക്ടീസ് ചെയ്യണം. ഇതെങ്ങനെയാണ് ഈ ഗ്രാഫ് വരയ്ക്കുന്നത് എന്നുള്ളത്. അതാണ് ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം. പ്രാക്ടീസ് ചെയ്യണം 3 കമ്പോണന്റ് സിസ്റ്റം എന്നുള്ളത്. അപ്പൊ ഇത് ആക്ച്വലി ടൈട്രേഷൻ പോലെ തന്നെയാണ്. ഒരു ബ്യൂററ്റില് വാട്ടർ, ഒരു ബ്യൂററ്റില് ടോളുവിൻ, മറ്റൊരു ബ്യൂററ്റില് അസിറ്റിക് ആസിഡ് വെച്ചിട്ട് ഏകദേശം ടൈട്രേഷൻ പോലെ തന്നെയാണ് ഇത് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് ആക്ച്വലി ചെയ്യുമ്പോഴേ ഇനി അത് പറയും, ലാബിൽ വരയ്ക്കുമ്പോൾ പറയാൻ പറ്റാൻ ഡീറ്റെയിൽസ്. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അസിറ്റിക് ആസിഡ്, ടോളുവിൻ, വാട്ടർ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ ഒരു ചെറിയൊരു കുറെ കോണിക്കൽ എടുക്കുക. ആ കോണിക്കലിലോട്ട് ഒരു കോണിക്കലില് കുറച്ച് അസിറ്റിക് ആസിഡ്, മെഷർഡ് എമൗണ്ട് അസിറ്റിക് ആസിഡ്, ഇനി മറ്റേല് വാട്ടർ എടുത്തു എന്ന് ചോദിക്കുക. അപ്പോൾ അസിറ്റിക് ആസിഡും വാട്ടർ ആണ് ഒരു കോണിക്കലുള്ള എന്നാണ് മെഷർഡ് എമൗണ്ട് ഇരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ടറും അസിറ്റിക് ആസിഡ് മിസിബിൾ ആയിരിക്കും. അപ്പൊ ഇനി അതിലോട്ട് നമ്മൾ ടോളുവിൻ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ടോളുവിൻ വിൽ ഡിക്രീസ് മിസിബിലിറ്റി. ടോളുവിൻ വിൽ ബി മോർ മിസിബിൾ ഇൻ അസിറ്റിക് ആസിഡ്, ലെസ് മിസിബിൾ ഇൻ വാട്ടർ. അപ്പൊ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ടെർബിഡിറ്റി വരും. ടോളുവിൻ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ടോളുവിൻ ആഡ് ചെയ്യുന്ന തോറും കുറച്ച് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആ സിസ്റ്റത്തിന് ടെർബിഡിറ്റി വരും. എപ്പോഴാണ് ടെർബിഡിറ്റി വരുന്നത് അതാണ് അതിന്റെ നമ്മൾ എൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ടെർബിഡിറ്റി വരുന്ന പോയിന്റ് നമ്മൾ എടുക്കുക. അസിറ്റിക് ആസിഡിന്റെ എമൗണ്ട് അറിയാം, വാട്ടറിന്റെ എമൗണ്ട് നിങ്ങൾ ഓൾറെഡി മെഷർ ചെയ്തു, എത്ര എമൗണ്ട് ടോളുവിൻ നിങ്ങൾ ആഡ് ചെയ്തു എന്ന് കണ്ടുപിടിക്കും. അതേപോലെ തന്നെ ഈ വാട്ടറിന്റെയും അസിറ്റിക് ആസിഡിന്റെ പെർസെന്റേജ് മാറ്റിക്കൊണ്ട് ടോളുവിൻ വെച്ച് ടൈട്രേറ്റ് ചെയ്യാം. അങ്ങനെ അത് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് ഓരോന്നിന്റെ ഇതാ എൻഡ് പോയിന്റ് വെച്ച് കിട്ടുന്ന കോമ്പോസിഷനിൽ യു ഗെറ്റ് എ കർവ് ലൈക്ക് ദിസ് വിച്ച് ഇസ് നോൺ ആസ് എ ബൈനോഡൽ കർവ്. ഇതിനെ ബൈനോഡൽ കർവ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനത്തൊരു കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് ഞാൻ ഇനി നാളെ പറയാം. ലാബിൽ വരുമ്പോൾ എങ്ങനെ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഞാൻ പറയാം. ടൈ ലൈൻ എന്താണ്, അതിന്റെ ഡെഫിനേഷൻ ഒക്കെ നിങ്ങളുടെ ഡിഗ്രി ബുക്കിലുണ്ടോ? ഫിസിക്കൽ കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ തിയറി ബുക്സ്, ഫിസിക്കൽ കെമിസ്ട്രി ബുക്സിലൊക്കെ ഉണ്ടാവും. എന്താണ് ടൈ ലൈൻ, എന്താണ് ഐസോതെർമൽ ക്രിട്ടിക്കൽ പോയിന്റ്, പ്ലേറ്റ് പോയിന്റ് എന്നൊക്കെ പറയും. പിന്നെ സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷൻ ബേസിക്കലി ഏറ്റവും എനിക്ക് തോന്നുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് തീരുന്ന ഇത്രയും പ്രാക്ടിക്കൽസിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ആക്ച്വലി സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ സർഫസ് ടെൻഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. പിന്നെ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഒരു 10 നോർമൽ അസിറ്റിക് ആസിഡ് ഉണ്ടാകും. സർഫസ് ടെൻഷൻ ചെയ്യുമ്പോൾ ഒരു 10 നോർമൽ അസിറ്റിക് ആസിഡ് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് 2 നോർമൽ, 4 നോർമൽ, 6 നോർമൽ, 8 നോർമൽ അസിറ്റിക് ആസിഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കുക ഇൻ 50 ml സ്റ്റാൻഡേർഡ്. 50 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് മതി, 100 ml എടുക്കണ്ട, അത് വേസ്റ്റ് ആവും. അപ്പോൾ ജസ്റ്റ് ടേക്ക് പ്രിപ്പയർ 2,
4, 6, 8 നോർമൽ അസിറ്റിക് ആസിഡ്സ് ഇൻ 50 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. അപ്പൊ 4 അസിറ്റിക് ആസിഡ് സൊല്യൂഷൻസ് നിങ്ങൾ ഉണ്ടാക്കണം. 2, മറ്റേത് 4, 6, 8 ഇൻ 50 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, 50 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ അത് ഉണ്ടാക്കുക. എന്നിട്ട് ഇതിന്റെ ഓരോന്നിന്റെയും സർഫസ് ടെൻഷൻ നിങ്ങൾ മെഷർ ചെയ്യുക. മെഷർ ദി സർഫസ് ടെൻഷൻ ഓഫ് ദിസ് ഓരോന്നിന്റെയും സർഫസ് ടെൻഷൻ അപ്പാരറ്റസ് വെച്ചിട്ട് സർഫസ് ടെൻഷൻ നിങ്ങൾ മെഷർ ചെയ്യുക. മെഷർ ചെയ്തിട്ട് അതിന് ശേഷം ഒരു ഗ്രാഫ് വരയ്ക്കുക വിത്ത് കോമ്പോസിഷൻ അലോങ് ദി എക്സ് ആക്സിസ്, സർഫസ് ടെൻഷൻ അലോങ് ദി വൈ ആക്സിസ്. കോമ്പോസിഷൻ എക്സ്, അതായത് 2, 4, 6 പറയുന്ന കോമ്പോസിഷൻ ഉണ്ടല്ലോ, അത് എക്സ് ആക്സിസിലും സർഫസ് ടെൻഷൻ വൈ ആക്സിസിലും ആയിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലെ ഒരു ഗ്രാഫ് ആയിരിക്കും. അസിറ്റിക് ആസിഡിന്റെ കോമ്പോസിഷൻ കൂടുമ്പോൾ, അതായത് 2, 4, 6 അങ്ങനെ അസിറ്റിക് ആസിഡിന്റെ കോമ്പോസിഷൻ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. ഇതേപോലെ കുറയാണ് ചെയ്യുന്നത്. സർഫസ് ടെൻഷൻ ആക്ച്വലി ഡിക്രീസ്. അപ്പൊ ഇതേപോലെ സർഫസ് ടെൻഷൻ ഇങ്ങനത്തെ ഒരു കർവ് ഒരു ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആക്ച്വലി സ്ട്രൈറ്റ് ആയത് സ്കെയിൽ വെച്ച് വരച്ചാണ് അവരത് ആക്ച്വലി ഒരു കർവാണ്. അതും ഒരു സ്മൂത്ത് കർവ് പോലെയാണ് വരേണ്ടത്. ഇതേപോലെ ഒരു കർവായിട്ടാണ് അത് വരേണ്ടത്. ഇങ്ങനെ ഒരു ഇതായിട്ട് കർവായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഒരു അൺനോണും തരും. അൺനോണിന്റെയും സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കുക. അൺനോണിന്റെ സർഫസ് ടെൻഷൻ കണ്ടുപിടിച്ചിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൽ നിന്ന് ഈ ഗ്രാഫിൽ നിന്ന് വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ദി അൺനോൺ, അല്ലെങ്കിൽ അസിറ്റിക് ആസിഡിന്റെ കോമ്പോസിഷൻ തന്ന അൺനോണിന്റെ അസിറ്റിക് ആസിഡിന്റെ കോമ്പോസിഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഹൗ യു ഡു ദ സർഫസ് ടെൻഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് ചെയ്യാം. പിന്നെയുള്ള അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷൻ ഓഫ് ഓക്സാലിക് ആസിഡ് ഓൺ ചാർക്കോൾ എന്ന് പറയുന്നത്. ഇത് കുറച്ച് ലെങ്തി ആണ് എക്സ്പെരിമെന്റ്. 3 കമ്പോണന്റ് ഒക്കെ പോലെ തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ അഡ്സോർപ്ഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന. അഡ്സോർപ്ഷന്റെ പ്രിൻസിപ്പിൾ ഒക്കെ ഞാൻ എഴുതിയേക്കാം. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്ലിഷ് അബ്സോർപ്ഷൻ ചെയ്യുന്നുണ്ട്, ലാങ്മ്യൂറും ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്ലിഷ് ഫിസിക്സ് ഓപ്ഷന് വേണ്ടിയിട്ടാണ്, ലാങ്മ്യൂർ കെമിസ്ട്രി ഓപ്ഷന് വേണ്ടിയിട്ടാണ്. ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ്, പക്ഷെ ഗ്രാഫ് ഫ്രണ്ട്ലിഷിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഗ്രാഫ്, ലാങ്മ്യൂറിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഗ്രാഫ്, രണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ആദ്യം ഒരു 0.2 നോർമൽ NaOH പ്രിപ്പയർ ചെയ്യണം. യു പ്രിപ്പയർ 0.2 നോർമൽ NaOH. അതേപോലെ തന്നെ 0.5, 0.4, 0.3, 0.2, 0.1 നോർമൽ ഓക്സാലിക് ആസിഡ് 50 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. അത്രയും സ്റ്റാൻഡേർഡ് ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കിയ 50 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലാണ് 0.5, 0.4, 0.3, 0.2, 0.1 അത്രയും ഓക്സാലിക് ആസിഡ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കോണിക്കൽ, അത് മറ്റേ സ്റ്റോപ്പേർഡ് കോണിക്കൽ എടുക്കണം. സ്റ്റോപ്പർ അടയ്ക്കാവുന്ന ഒരു ടൈപ്പ് കോണിക്കലുണ്ട്. സ്റ്റോപ്പേർഡ് കോണിക്കൽ 5 സ്റ്റോപ്പേർഡ് കോണിക്കൽ, കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുള്ള കോണിക്കൽ 5 സ്റ്റോപ്പേർഡ് കോണിക്കൽ എടുക്കാം. അതിലോട്ട് അപ്രോക്സിമേറ്റ്ലി 2 ഗ്രാം, കൃത്യമായിട്ടുള്ള വെയിറ്റ് അറിഞ്ഞിരിക്കണം, പക്ഷെ ഇറ്റ് വിൽ ബി അറൌണ്ട് 2 ഗ്രാം ചാർക്കോൾ നിങ്ങൾ ആഡ് ചെയ്യണം. ടേക്ക് 5 സ്റ്റോപ്പേർഡ് കോണിക്കൽ. അതിലോട്ട് ഏകദേശം 2 ഗ്രാം അടങ്ങുന്ന ചാർക്കോൾ ഓരോന്നിലും 5 കോണിക്കലിലോട്ടും ആഡ് ചെയ്യും. അപ്പൊ ആദ്യം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ആദ്യം റഫായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു ആക്യുറസി കുറഞ്ഞ ഒരു ഇലക്ട്രോണിക് ബാലൻസിൽ ബട്ടർ പേപ്പർ വയ്ക്കുക. അതിന്റെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ടയർ ചെയ്തിട്ട് അതിലോട്ട് 2 ഗ്രാം ചാർക്കോൾ ആഡ് ചെയ്യാം. 2 ഗ്രാം ചാർക്കോൾ ആഡ് ചെയ്തിട്ട് ആ ബട്ടർ പേപ്പറും ചാർക്കോൾ, ആ പേപ്പർ ഒരു ഹയർ ആക്യുറസിയുള്ള ഇലക്ട്രോണിക് ബാലൻസ് വെക്കുക. കൃത്യമായിട്ടുള്ള വെയിറ്റ് മെഷർ ചെയ്യുക. ആ ചാർക്കോൾ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ആഡ് ചെയ്യുക. എംപ്റ്റി ബട്ടർ പേപ്പർ വീണ്ടും ആക്യുറസി കൂടി ഇലക്ട്രോണിക് ബാലൻസ് വെക്കുക. എന്നിട്ട് അതിന്റെ വെയിറ്റ് നോട്ട് ചെയ്യുക.
ഡിഫറൻസ് വെയിറ്റ് എടുക്കുക. ദാറ്റ് വിൽ ഗിവ് ദ എക്സാക്ട് വെയിറ്റ് ഓഫ് ചാർക്കോൾ ദാറ്റ് യു ഹാവ് ആഡഡ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ചാർക്കോൾ ആഡ് ചെയ്യുന്ന ആക്യുറസി കുറഞ്ഞ, ആ ബട്ടർ പേപ്പറിൽ ചാർക്കോൾ ആഡ് ചെയ്യുമ്പോൾ ആക്യുറസി കുറഞ്ഞ ഇതിലോട്ടാണ് നമ്മൾ ആദ്യം വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ആക്യുറസി കൂടിയ ഇലക്ട്രോണിക് ബാലൻസിൽ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഈ ബട്ടർ പേപ്പർ ഇതിലോട്ട് ചാർക്കോൾ ചിലപ്പോൾ ബാലൻസിലോട്ട് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ബാലൻസ് കേടാവും. അതുകൊണ്ടാണ് ആദ്യം റഫായിട്ട് മറ്റേ ആക്യുറസി കുറഞ്ഞ ഇലക്ട്രോണിക് ബാലൻസിൽ നിങ്ങൾ വെയിറ്റ് എടുക്കേണ്ട ഏകദേശം 2 ഗ്രാം എന്ന രീതിയിൽ, എന്നിട്ട് എക്സാക്ട് വെയിറ്റ് ആക്യുറസി കൂടിയ ഇലക്ട്രോണിക് ബാലൻസ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പൊ ഈ ചാർക്കോൾ ഓരോന്നിലും 5 കോണിക്കലിലും 2 ഗ്രാം വെച്ച് ചാർക്കോൾ ആഡ് ചെയ്യാം. ഇനി ഒരു 6ാമത്തെ ഒരു കോണിക്കലും കൂടി എടുക്കണം അതിലോട്ടും. അത് അൺനോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 6 കോണിക്കൽ ഫ്ലാസ്ക് റെഡിയാക്കി വെക്കാം. 5 എണ്ണം നിങ്ങൾ ചെയ്യുന്നത്, 6ാമത്തെ അൺനോൺ ആണ്. അതിലോട്ട് 6ാമത്തേലും 2 ഗ്രാം ചാർക്കോൾ വെച്ച് ആഡ് ചെയ്യാം. അതിനുശേഷം ഈ ഉണ്ടാക്കിയ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ്, ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ ഓരോ കോണിക്കലോട്ടും ആഡ് ചെയ്യാം. അതായത് 50 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ 5 ഓക്സാലിക് ആസിഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കോണിക്കലോട്ട് ഈ 50 ml ഓക്സാലിക്, ഈ 0.5 നോർമൽ ഓക്സാലിക് ആസിഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുക. രണ്ടാമത്തെ കോണിക്കലോട്ട് 0.4 നോർമൽ ഓക്സാലിക് ആസിഡ് 50 ml അങ്ങനെ തന്നെ ഒഴിക്കുക. മറ്റേല് 0.3 ഒരു 0.2 അടുത്തയിലോട്ട്, 5ാമത്തേലോട്ട് 0.1 നോർമൽ ഓക്സാലിക് ആസിഡ്. 6ാമത്തേലോട്ട് അൺനോൺ ആയിരിക്കും ഒഴിക്കേണ്ടത്. അൺനോൺ തരും. അത് 50 ml ഉണ്ടാക്കി ചെയ്ത് വെച്ചിട്ട് ആ 50 ml ആണ് അൺനോണിലോട്ട് ഒഴിക്കേണ്ടത്. ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു ഷെയ്ക്കർ ഉണ്ട് അവിടെ. ഷെയ്ക്കറിൽ ഈ 6 എണ്ണം ആ ഷെയ്ക്കറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ ഒരു അരമണിക്കൂർ ഷെയ്ക്ക് ചെയ്യാൻ വയ്ക്കുക. ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ കണ്ടെയ്നിങ് ദ ചാർക്കോൾ അബ്സോർബന്റ് ഇറ്റ് ഈസ് allowed to shake for around 30 minutes. ഏകദേശം 30 മിനിറ്റ് ഇതിനെ അങ്ങനെ തന്നെ ഷെയ്ക്ക് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ ഓക്സാലിക് ആസിഡ് ഈ ചാർക്കോളിന്റെ പുറത്ത് അബ്സോർബ് ചെയ്യും. ഈ ചാർക്കോളിന്റെ പുറത്ത് ഓക്സാലിക് ആസിഡ് അബ്സോർബ് ചെയ്യുമ്പോൾ ഈ ഓക്സാലിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ മാറും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഓക്സാലിക് ആസിഡിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.5, 0.4, 0.3 അത് നിങ്ങൾക്കറിയാം. ഓരോ കോണിക്കലിലും നിങ്ങൾ ഒഴിച്ച കോണിക്കൽ ഓക്സാലിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇത് അബ്സോർബ് ചെയ്യുമ്പോൾ പിന്നെ വരുന്ന ഇതിന്റെ കോൺസെൻട്രേഷൻ മാറും. അതിന്റെ കോൺസെൻട്രേഷൻ എന്താണെന്നാണ് ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതിന്റെ ടാബ്ലോ കോളം ഇതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ടാബ്ലോ കോളം വരയ്ക്കേണ്ടത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ടാബ്ലോ കോളം ആണ് ഇതിന്റെ വരുന്നത്. അപ്പൊ ഈ ടാബ്ലോ കോളത്തില് എമൗണ്ട് ഓഫ് ചാർക്കോൾ അത് M ആണ്. നിങ്ങൾ എടുത്ത ചാർക്കോളിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം അറൌണ്ട് അപ്രോക്സിമേറ്റ്ലി 2 ഗ്രാം. അപ്പോൾ 2.0569 ആണ്. അടുത്തത് 2.063 അങ്ങനെ റേഞ്ച്. ഏകദേശം 2ൽ വരുന്ന രീതിയിൽ ആയിരിക്കാം അത് എടുക്കേണ്ടത്. പിന്നെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓക്സാലിക് ആസിഡ്, അതായത് ഓരോ കോണിക്കിലോട്ട് നിങ്ങൾ ഒഴിച്ച ഓക്സാലിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ ഒരെണ്ണത്തിൽ 0.1, മറ്റേതിൽ 0.2, മൂന്നാമത്തേൽ 0.3, നാലാമത്തേൽ 0.4, അഞ്ചാമത്തേൽ 0.5, ആറാമത്തത് അൺനോൺ. ഇനി ഇതിനെ ഷെയ്ക്ക് ചെയ്യാൻ വയ്ക്കാം. ഷെയ്ക്ക് ചെയ്യാൻ വച്ചതിന് ശേഷം അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിനെ ടൈട്രേറ്റ് ചെയ്യണം. ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ആദ്യം ഈ ചാർക്കോളിനെ ആദ്യം ഫിൽട്ടർ ചെയ്ത് കളയണം. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഈ കോണിക്കിൽ തുറന്നിട്ട് ഒരു ഫിൽട്ടർ പേപ്പർ എടുത്തിട്ട് ഇതിനെ ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടർ പേപ്പർ അത് കോണിക്കിൽ താഴെ ഒരു കോണിക്കിൽ വെക്കാം. ഇതിനെ ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ കുറച്ച് ഫിൽട്രേറ്റ് കളയാം. യു ഡിസ്കാർഡ് ഇനീഷ്യൽ ഫിൽട്രേറ്റ്. ആദ്യം വരുന്ന 3-4 ഡ്രോപ്പ് ഡിസ്കാർഡ് ചെയ്യുക. അത് ആ കോണിക്കിലോട്ട് വീഴേണ്ട, അത് നിങ്ങൾ കളഞ്ഞാൽ മതി. അത് കോണിക്കിലോട്ട് വീഴേണ്ട. അതിന് ശേഷമാണ് ഇത്. കാരണം ഇത് നിങ്ങൾ ഒഴിക്കുമ്പോൾ ആ ഫിൽട്ടർ പേപ്പർ തന്നെ ഈ ഓക്സാലിക് ആസിഡിനെ കുറച്ച് അബ്സോർബ് ചെയ്യും. ഫിൽട്ടർ പേപ്പർ ക്യാൻ അബ്സോർബ് സം ഓഫ് ദി ഓക്സാലിക് ആസിഡ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒഴിക്കുന്ന ഓക്സാലിക് ആസിഡ് എന്ത് ചെയ്യും? ആ ഫിൽട്ടർ പേപ്പർ തന്നെ കുറച്ച് അബ്സോർബ് ചെയ്യും. അപ്പൊ അത് എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു ഇക്വിലിബ്രിയം എത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ കുറച്ച് ഫിൽട്രേറ്റ് ഡിസ്കാർഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ കുറച്ച് ഫിൽട്ടർ പേപ്പർ ആദ്യത്തെ കുറച്ച് ഇത് ഡിസ്കാർഡ് ചെയ്യാം. അതിനുശേഷം ഇത് ഒഴിക്കുക, ഇതിനെ ഫിൽട്ടർ ചെയ്യുക. അങ്ങനെ 6 കോണിക്കൽ ഫ്ലാസ്കിലെയും ഇത് നിങ്ങൾ ഫിൽട്ടർ ചെയ്യുക. 5 ചെറിയ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഫിൽട്ടർ ചെയ്ത് വെക്കുക. ഓരോന്നിലെയും ആദ്യത്തെ ഫിൽട്രേറ്റ് കുറച്ച് ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് വേണം എടുക്കാൻ. ഇനി 0.1
നോർമൽ ഓക്സാലിക് ആസിഡ് ഫിൽട്രേറ്റിന്റെ 0.1 നോർമൽ ആണെങ്കിൽ അത് 20 ml പിപ്പറ്റ് ചെയ്യും. അത് 20 ml ആണ് പിപ്പറ്റ് ചെയ്യേണ്ടത്. ആ 20 ml പിപ്പറ്റ് ചെയ്ത ഈ ഓക്സാലിക് ആസിഡ് 0.1 നോർമൽ ആയിരുന്നു അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇപ്പൊ അത് 0.1 അല്ല, അതിലും കുറഞ്ഞിട്ടുണ്ടാവും. ബിക്കോസ് സം ഓഫ് ദി ഓക്സാലിക് ആസിഡ് ഹാസ് അബ്സോർബ് ഓൺ ദി ചാർക്കോൾ. ആ 20 ml ഓക്സാലിക് ആസിഡിന്റെ 0.2 നോർമൽ NaOH വെച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യുക. NaOH ബ്യൂററ്റിൽ എടുക്കുക. 0.2 നോർമൽ നിങ്ങൾ ഉണ്ടാക്കിയ 0.2 നോർമൽ NaOH ബ്യൂററ്റിൽ എടുക്കുക. 20 ml ഓക്സാലിക് ആസിഡ് പിപ്പറ്റ് ചെയ്തിട്ട് അത് ഈ NaOH വെച്ചിട്ട് ഫിനോഫ്തിലിൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം. ഒരു ഡ്രോപ്പ് ഫിനോഫ്തിലിൻ ആഡ് ചെയ്താൽ മതി. ഒരു ഡ്രോപ്പ് ഫിനോഫ്തിലിൻ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ടൈട്രേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം ഇത് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ ആസിഡിലോട്ടല്ല ആഡ് ചെയ്യുന്നത്. അപ്പൊ ഫിനോഫ്തിലിൻ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുക, കളർ ഉണ്ടാവില്ല. ഫിനോഫ്തിലിൻ ഈസ് കളർലെസ് ഇൻ ആസിഡ്. അപ്പൊ ഒരു ഡ്രോപ്പ് ഫിനോഫ്തിലിൻ ആഡ് ചെയ്യുക, കളർ ഉണ്ടാവില്ല. കളർ ഉണ്ടാകാൻ വേണ്ടി ഒഴിക്കരുത്, കാരണം അത് കളർ ഉണ്ടാവില്ല. ആസിഡിൽ ഫിനോഫ്തിലിൻ കളർ ഉണ്ടാക്കില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ഡ്രോപ്പ് ഇട്ടാൽ മതി. അതുകൊണ്ട് ജസ്റ്റ് ആഡ് 1 ഡ്രോപ്പ് ഫിനോഫ്തിലിൻ ഇൻ ടു ദ 20 ml acid that you have pipetted. അതായത് ടൈട്രേറ്റ് ഇറ്റ് അഗൈൻസ്റ്റ് 0.2 നോർമൽ NaOH taken in the burette. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു പെയിൽ പിങ്ക് കളർ അപ്പിയർ ചെയ്യുക. പെയിൽ പിങ്ക് കളർ വരുമ്പോൾ ടൈട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുക. അത് ഡാർക്ക് ആക്കാൻ നോക്കണ്ട. പെയിൽ പിങ്ക് കളർ വരുമ്പോൾ എപ്പോഴാണോ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ടൈറ്റർ വാല്യൂ എഴുതുക. അതേപോലെ തന്നെ 0.2 നോർമൽ ഫിൽട്ടർ ചെയ്ത ഓക്സാലിക് ആസിഡിനെ 20 ml പിപ്പറ്റ് ചെയ്യുക. അതും ഈ NaOH ഫിനോഫ്തിലിൻ ഇൻഡിക്കേറ്റർ വെച്ച് ടൈട്രേറ്റ് ചെയ്യുക. 0.3 ആണെങ്കിൽ ശ്രദ്ധിക്കുക, 0.3 ആണെങ്കിൽ 10 ml പിപ്പറ്റ് ചെയ്താൽ മതി. 10 ml ഓക്സാലിക് ആസിഡ് പിപ്പറ്റ് ചെയ്താൽ മതി. എന്നിട്ടാണ് അത് NaOH വെച്ച്, ഈ 10 ml പിപ്പറ്റ് ചെയ്തതിനെയാണ് NaOH വെച്ച് ടൈട്രേറ്റ് ചെയ്യുന്നത്. 0.4 ആണെങ്കിൽ 5 ml പിപ്പറ്റ് ചെയ്താൽ മതി. 0.5 ആണെങ്കിലും 5 ml പിപ്പറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ പിപ്പറ്റ് ചെയ്യുന്നതിന്റെ ഇത് മെഷർമെന്റ്സ്. കോൺസെൻട്രേഷൻ കൂടി വരുമ്പോൾ പിപ്പറ്റ് ചെയ്യുന്നതിന്റെ അളവ് കുറഞ്ഞ് വരിക. 0.1നും 0.2നും 20 ml തന്നെ പിപ്പറ്റ് ചെയ്യുക. 0.3ന് 10 ml പിപ്പറ്റ് ചെയ്താൽ മതി. 0.4ന് 5 ml മതി. 5 ml പിപ്പറ്റ് വെച്ചിട്ട് വേണം അത് പിപ്പറ്റ് ചെയ്യാൻ. 0.5ക്കും 5 ml പിപ്പറ്റ് ചെയ്താൽ മതി. അതേപോലെ അൺനോണും ഇതേപോലെ ചെയ്യാം. അൺനോൺ പിപ്പറ്റ് ചെയ്യുന്നത് 10 ml ആണ്. അൺനോൺ 10 ml പിപ്പറ്റ്, അതായത് ഏകദേശം ഇതിന്റെ അൺനോണിന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഇതിന്റെ നടുക്ക് 20 അല്ല 5 അല്ല, ഏകദേശം നടുക്ക് 10 ml തന്നെ പിപ്പറ്റ് ചെയ്യും. ഓക്കെ, അതിവിടെ ഇതിന്റെ ടൈറ്റർ വാല്യൂ, NaOHന്റെ ടൈറ്റർ വാല്യൂ എത്ര ml വേണ്ടി വന്നു എന്നുള്ളത് ഇവിടെ എഴുതുക. അതിനുശേഷം CE കണ്ടുപിടിക്കുക. അതായത് NaOHന്റെ നോർമാലിറ്റി നിങ്ങൾക്കറിയാം. എത്ര ml NaOH വേണ്ടി വന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. പിപ്പറ്റ് ചെയ്ത ഓക്സാലിക് ആസിഡ് എമൗണ്ട് നിങ്ങൾക്കറിയാം. 20 ആണോ നിങ്ങൾക്കറിയാം. ഓക്സാലിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ ആണ് CE, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ഓക്സാലിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ അത് 0.1 0.2 ആയിരിക്കില്ല. അത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അബ്സോർബ് ചെയ്തതിനു ശേഷം കോൺസെൻട്രേഷൻ കുറയും. ഒരിക്കലും കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടില്ല. കോൺസെൻട്രേഷൻ ലെസ് 0.1 ഇതിന്റെയാണെങ്കിൽ 0.1 കുറവായിരിക്കും CE. ഇത് 0.2 കുറവായിരിക്കും. ഇത് 0.3 കുറവായിരിക്കും. കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത കാൽക്കുലേഷൻ എന്ത് പറഞ്ഞുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ CE കണ്ടുപിടിക്കും. ആ N1V1 N2V2 എന്ന ഇക്വേഷനിൽ നിന്ന് CE കണ്ടുപിടിക്കാം. പിന്നെ എമൗണ്ട് ഓഫ് ഓക്സാലിക് ആസിഡ് അബ്സോർബ് X കണ്ടുപിടിക്കണം. അതാണ് എമൗണ്ട് ഓഫ് X എന്ന് പറയും. എക്സിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. C0 എന്ന് പറയുന്ന ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സാലിക് ആസിഡ്, CE എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. നിങ്ങൾ ടൈട്രേറ്റ് ചെയ്ത് N1V1 N2V2 എന്ന് പറയുന്ന ഇക്വേഷൻ കണ്ടുപിടിച്ച ഓക്സാലിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ C0 - CE into E. E എന്ന് പറയുന്ന ഓക്സാലിക് ആസിഡ് ഇക്വലന്റ് വെയിറ്റ്, V എന്ന് പറയുന്ന ഓക്സാലിക് ആസിഡിന്റെ വോളിയം ആണ്, ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ C0 - CE, E എന്ന് പറയുന്നത് 63. ഓക്സാലിക് ആസിഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് 50 ml ആണ്. 50 ഡിവൈഡഡ് ബൈ 1000. ഈ ഇക്വേഷൻ നിന്നാണ് X കണ്ടുപിടിക്കുന്നത്. ആ X ആണ്, അതായത് വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഓക്സാലിക് ആസിഡ് അബ്സോർബ്, എത്ര വെയിറ്റ് ഓക്സാലിക് ആസിഡിനെ അബ്സോർബ് ചെയ്ത്, അതാണ് X. പിന്നെ X/M മെഷർ ചെയ്യുക. X എന്ന് പറയുന്ന വെയിറ്റ് ഓഫ് ഓക്സാലിക് ആസിഡ്, M എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ചാർക്കോൾ. X/M ഓരോന്നിനെ കണ്ടുപിടിക്കാം. പിന്നെ ലോഗ് X/M, പിന്നെ ലോഗ് C, ഇതിന്റെ ലോഗ് എടുക്കുക. പിന്നെ C ഇതിന്റെ ലോഗ് CE, then CE by X/M. CE
x/m വെച്ച് ഡിവൈഡ് ചെയ്ത് ആ വാല്യൂസ്. ഇത് ലാംഗ്വേറിനും ഫ്രണ്ട്ലിഷിനും കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് ടാബുലർ കോളമാണ് നമുക്ക് തന്നേക്കണേ. അപ്പൊ ഞാൻ ഈ വരച്ചേക്കണം. എന്നിട്ട് വേണം ഇപ്പൊ ഇത്രയും വാല്യൂസ് അതിൽ വരും. ഇതിന്റെ കാൽക്കുലേഷൻ എവിടെയെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. കാരണം ഇത് കുറെ കാൽക്കുലേഷൻ ഇവിടെ വരുന്നുണ്ട്. ഇത് ടൈറ്റർ വാല്യൂ, ഇത് അതിൽ നിന്ന് v1 n1 ആ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന, ഇത് വെയിറ്റ്, അതിന് മറ്റൊരു ഇക്വേഷൻ ആണ് വെയിറ്റ് കണ്ടുപിടിക്കുന്നതിന്. അതിൽ നിന്ന് x/m കണ്ടുപിടിക്കണം, പിന്നെ log x/m കണ്ടുപിടിക്കണം, പിന്നെ സിഇ നിന്ന് log c കാണണം, പിന്നെ c/x/m കാണണം. അപ്പൊ ഇത്രയും ഇവിടെ എവിടെയെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എക്സ്പെരിമെന്റ് തെറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പോൾ ശ്രദ്ധിച്ചാണ് ഇത് ചെയ്യേണ്ടത്. എറർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കുഴപ്പം അത് വരും. അതിൽ നിന്ന് കംപ്ലീറ്റ് ഈ ഓരോന്നിന്റെ അപ്പൊ ലാംഗ്വേർ ഫ്രണ്ട്ലിഷ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഫ്രണ്ട്ലിഷ് ഞാൻ പറഞ്ഞു ഫിസിക്സ് ഓപ്ഷൻ, ലാംഗ്വേർ കെമിക്സ് ഓപ്ഷനാണ്. അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രണ്ട്ലിഷ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ ഇതാണ്: log x/m is equal to log k plus 1/n log c. ഫ്രണ്ട്ലിഷിനാണ് ആക്ച്വലി ലോഗ് വരുന്നത്. അപ്പോൾ log x/m നിങ്ങൾക്കറിയാം, log c കോൺസെൻട്രേഷൻ, ഓക്സാലിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ. അതിൽ നിന്ന് ഈ ഒരു ഗ്രാഫ് നിങ്ങൾ പ്ലോട്ട് ചെയ്യണം. ഇത് y is equal to mx plus c എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. ഇത് y, ഇത് c, ഇത് m സ്ലോപ്പ്, ആൻഡ് ദ ഇന്റർസെപ്റ്റ് c, that will be in this case log k. അപ്പോൾ y is equal to mx plus c എന്ന് പറയുന്ന ഇക്വേഷൻ obviously will be getting a straight line. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഇതായിരിക്കും ആ സ്ട്രെയിറ്റ് ലൈൻ ഇന്റർസെപ്റ്റ്. അതായത് സ്ട്രെയിറ്റ് ലൈൻ എവിടെ വെച്ചാണോ y ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ log k എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് k കണ്ടുപിടിക്കാം. ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് വിത്ത് ബി log k. ഫ്രം ദിസ് ഇതിന്റെ ആന്റി ലോഗ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ് കോൺസ്റ്റന്റ് k എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇത് സ്ട്രെയിറ്റ് ലൈനിലാണല്ലോ, അതിന്റെ സ്ലോപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കുക. സ്ലോപ്പ് എന്ന് പറയുന്നത് 1/n ആയിരിക്കും. അതിൽ നിന്ന് n എന്താണെന്ന് നമുക്ക് ഈ 1/n വാല്യൂ വിൽ ബി സംവെയർ ബിറ്റ്വീൻ 0 and 1. 0നും 1ന്റെ ഇടയ്ക്കായിരിക്കും 1/n വാല്യൂ എന്ന് പറയുന്നത്. അതിൽ നിന്ന് n കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രണ്ട്ലിഷ് ആയിരിക്കും ചോദിക്കുന്നത്. ഫ്രണ്ട്ലിഷ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന്റെ അൺനോൺ നിങ്ങൾ കാണണം, ഓക്സാലിക് ആസിഡിന്റെ അൺനോൺ കാണണം. അതിന്റെ ഒപ്പം തന്നെ ഈ പാരാമീറ്റേഴ്സും കാണണം. കെയും എന്നും കണ്ടുപിടിക്കണം. അതിന് സെപ്പറേറ്റ് മാർക്ക് ഉണ്ട്. അതാണ്. ഇനി ലാംഗ്മ്യൂറിന്റെ ആണെങ്കിൽ ലോഗിന്റെ ആവശ്യമില്ല. അപ്പൊ ലാംഗ്മ്യൂർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ടാബ്ലോ കോളത്തിൽ നിന്ന് ലോഗിന്റെ കോളം കളയും. കാരണം ലാംഗ്മ്യൂറിൽ ലോഗ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നില്ല. ലാംഗ്മ്യൂറിൽ CE/x/m ആണ് പ്ലോട്ട് ചെയ്യുന്നത്. ഫ്രണ്ട്ലിഷ് ആണെങ്കിൽ ലോഗ് മതി, ഈ ലാസ്റ്റ് കോളം വേണ്ട. പക്ഷെ ലാംഗ്മ്യൂർ ആണെങ്കിൽ ലോഗ് കോളം ഇത് വേണ്ട, പക്ഷെ ഈ ഇത് വേണം. അത് നിങ്ങൾക്ക് അനുസരിച്ച് ഇപ്പൊ നിങ്ങൾ രണ്ടും ചെയ്യുന്നതിനാണ് ഞാൻ ഈ രണ്ടും അടങ്ങിയ ഒരു ടാബ്ലോ കോളം ഞാൻ തന്നത്. അപ്പൊ ഇതില് ലാംഗ്മ്യൂർ നിങ്ങൾ പ്ലോട്ട് ചെയ്യുമ്പോൾ C/x/m is equal to 1/a plus b/c. ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച്, ലാംഗ്മ്യൂർ ഇക്വേഷൻ അനുസരിച്ചാണ് നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതും സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. ഇത് y is equal to mx plus c എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് b/a-യും ഇന്റർസെപ്റ്റ് c എന്ന് പറയുന്നത് 1/a ആയിരിക്കും. ഈ b യും a വിളിക്കുന്നതാണ് ലാംഗ്മ്യൂർ പാരാമീറ്റേഴ്സ്. a യും b ആർ കോൺസ്റ്റന്റ് ആൻഡ് ദേ ആർ കോൾഡ് ലാംഗ്മ്യൂർ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇന്റർസെപ്റ്റിൽ നിന്ന് 1/a കിട്ടും. അതിൽ നിന്ന് a എന്താണെന്ന് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ആക്ച്വലി b/a ആണ്. a നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഫ്രം ദാറ്റ് യു വിൽ ഗെറ്റ് b. അപ്പൊ b യും a യും എന്ന് വിളിക്കുന്ന ലാംഗ്മ്യൂർ പാരാമീറ്റേഴ്സ് ആണ്. യു ഫൈൻഡ് ഔട്ട് ദ ലാംഗ്മ്യൂർ പാരാമീറ്റേഴ്സ്. അത് വാല്യൂസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അതിനും ഇതുണ്ട്, അതിന് മാർക്ക് ഉണ്ട്, a യും b യും. അപ്പൊ ജസ്റ്റ് അൺനോൺ മാത്രം ചെയ്താൽ പോരാ. ഇതില് ഈ a യും b യും ഗ്രാഫിൽ നിന്ന് a യും b എന്താണെന്ന് കണ്ടുപിടിക്കണം. ഫ്രണ്ട്ലിഷ് ആണെങ്കിൽ അൺനോണിന്റെ ഒപ്പം k യും n ഉം എന്താണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഈ കേസ്. ഇത് ജസ്റ്റ് ആപ്ലിക്കേഷൻ എക്സ് ഓപ്ഷൻ എന്താണെന്ന് വേണ്ടി ഞാൻ ഇതാക്കിയതാണ്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്. അതായത് എത്രത്തോളം നിങ്ങൾ ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട് അറിയാം. കാരണം ഞാൻ ഇത്തിരി ഫാസ്റ്റ് ആണ് പോയത്. ഇത് എക്സ്പീരിയൻസ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ട് ഏറ്റവും ആക്യുറസി ഉള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. കൃത്യം ആൻസർ കിട്ടും. നിങ്ങൾക്ക് തരുന്ന അൺനോണിന്റെ കോൺസെൻട്രേഷൻ കൃത്യമായിട്ട് ഒരു എററും ഇല്ലാതെ കിട്ടുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇത്. പക്ഷെ ടൈം കൺസ്യൂമിംഗ് ആണ്. അതിന്റെ ഒപ്പം തന്നെ എറർ വരാൻ സാധ്യത കൂടുതൽ. എന്ന് പറഞ്ഞാൽ ഈ ടാബ്ലോ കോളം വരയ്ക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ കംപ്ലീറ്റ് എക്സ്പെരിമെന്റും
തെറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പേഴ്സണൽ എറർ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം കറക്റ്റ് ആണെങ്കിൽ കൃത്യ ആക്യുറസി തരുന്ന ഏകദേശം നിൽ എറർ ഉള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ കേസ് ആണ് ഇത്. പിന്നെ അതേപോലെ 3 കമ്പോണന്റ് ടൈം എടുക്കും. 2 കമ്പോണന്റും ഗ്രാഫ് ഏറ്റവും കൂടുതൽ ഉള്ളത് 2 കമ്പോണന്റ് ആണ്. ഓരോന്നിന്റെയും കൂളിംഗ് കർവ്സ് വരയ്ക്കണം. അതുകൊണ്ടാണ് ഇതൊരു പ്യുവർ നാഫ്തലിന്റെ കൂളിംഗ് കർവ് വേണം, പ്യുവർ ബൈഫിനാലിന്റെ കൂളിംഗ് കർവ് വേണം, പിന്നെ ഓരോ പെർസെന്റേജിന്റെയും കൂളിംഗ് കർവ്സ് നിങ്ങൾ ഇതേപോലെ വരയ്ക്കണം, അൺനോണിന്റെ കൂളിംഗ് കർവ്സും വരയ്ക്കണം. പിന്നെ അതിൽ നിന്ന് ഈ ഒരു 2 കമ്പോണന്റ് ഗ്രാഫ് നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ ഗ്രാഫ് കൂടുതൽ വരുന്നത് 2 കമ്പോണന്റ് സിസ്റ്റമായിട്ടായിരിക്കും ഗ്രാഫ് വരുന്നത്. എക്സാമിന് ചിലപ്പോൾ പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും വരാറുണ്ട് കേട്ടോ. പാർട്ട് ക്വസ്റ്റ്യൻ, അതായത് ഒരു പാർട്ട് CSTയും ഒരു പാർട്ട് 2 കമ്പോണന്റും അങ്ങനെയും ചോദിക്കുന്നുണ്ട് പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. ഒരു കംപ്ലീറ്റ് എക്സ്പെരിമെന്റ് അല്ലാതെ ഒരു പാർട്ട് CSTയുടെ ഇടണം, ഒരു പാർട്ട് ഫേസിന്റെ 2 കമ്പോണന്റ്, അങ്ങനെ പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഇതാണ് ഫിസിക്കൽ കെമിസ്ട്രി എക്സ്പീരിയൻസിന്റെ പാറ്റേൺ. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആ രീതി, ഇതാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്ന, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇതതിന്റെ കമ്പ്യൂട്ടേഷനിലാണ്, അത് നോക്കണ്ട. പിന്നെ ഇതതിന്റെ മാർക്ക് ഡിവിഷനാണ്. ഇത് സ്കീം ഓഫ് ഇവാലുവേഷൻ, ഓരോന്നിന്റെയും മാർക്ക്, ഓരോ എക്സ്പെരിമെന്റിന്റെയും മാർക്ക് ഡിവിഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു എഴുതിയേക്കുന്നത്. ഇത് ആക്ച്വലി ഇതെല്ലാം ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ക്ലാസ് റൂമിൽ ഇപ്പോഴല്ല, കുറെ നാൾ മുമ്പ് ഫിസിക്കൽ കെമിസ്ട്രി ക്ലാസ് റൂം തുടങ്ങിയ സമയത്ത് ഞാൻ ആ ഇൻസ്ട്രക്ഷൻസിന്റെ ഒപ്പം ഇതും ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഇട്ട ഇൻസ്ട്രക്ഷനിൽ ഏതെങ്കിലും ആയിരിക്കും ഇത്. അപ്പൊ ഈ PDF ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നോക്കുക, ഇത് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് മൊബൈലാക്കി വയ്ക്കുക. ഇതാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ എക്സ്പീരിയൻസ്, ഫിസിക്കൽ കെമിസ്ട്രി എക്സ്പീരിയൻസിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണും ഇത് അതിന്റെ സ്കീമും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോന്നിന്റെയും ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ PDF ഇതിന്റെ പവർ പോയിന്റ് ഞാൻ അയച്ചു തരാം, വാട്സാപ്പിൽ ഞാൻ അയച്ചു തരാം. ഒന്ന് നോക്കുക. ഇതിന്റെ വൈവയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസിന്റെ രീതിയിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് സർഫസ് ടെൻഷൻ എന്നോ, എന്താണ് 3 കമ്പോണന്റ്, അബ്സോർപ്ഷൻ, അതിന്റെ ഒക്കെ ടേംസും അതൊക്കെ അതുകൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വൈവയ്ക്ക് നല്ലതാണ്. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെയാണ് സാധാരണ എക്സ്പെരിയൻസ്. അപ്പൊ നമുക്ക് നാളെ നമ്മൾ എക്സ്പെരിയൻസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. 3 ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും എക്സ്പെരിയൻസ് നമുക്ക് തീർക്കണം. അപ്പൊ അതാണ് കേസ്. ബാക്കി കാര്യങ്ങൾ നമുക്കിനി നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒരു എല്ലാം ഓടിച്ചു പോയെന്നുള്ളൂ. ഇതൊക്കെയാണ് ഇതിന്റെ ടൈപ്പ് ചെയ്യുന്ന രീതി. അപ്പൊ നാളെ നിങ്ങളൊരു 9:30 ആകുമ്പോൾ വരാം. ഓക്കെ.